നമസ്കാരം. തൊഴിലിനെക്കുറിച്ചും വിലക്കയറ്റത്തെക്കുറിച്ചും ഒന്നും മിണ്ടാതെ ബി.ജെ.പിയുടെ പ്രകടന പത്രിക. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളായി കാണുന്നത് തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമാണെന്ന് CSDS സർവേ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന കഴിഞ്ഞ തവണത്തെ പ്രഖ്യാപനം അതേപടി ആവർത്തിച്ചിരിക്കുന്ന പത്രികയിൽ പക്ഷേ NRC വിട്ടുകളഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന ദേശീയ പൗരത്വ രജിസ്റ്റർ ഇക്കുറി പരാമർശിക്കപ്പെട്ടിട്ടില്ല. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കൽ, ആഗോളതലത്തിൽ രാമായണം ഫെസ്റ്റിവൽ നടപ്പാക്കൽ, വിദേശ രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ വിഗ്രഹങ്ങൾ തിരികെ കൊണ്ടുവരൽ തുടങ്ങിയവയാണ് പ്രധാന പ്രഖ്യാപനങ്ങൾ. ജുംല പത്രിക എന്നാണ് ഇന്ത്യ മുന്നണിയുടെ പ്രതികരണം. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. പറ്റിക്കൽ പത്രികയോ? തൊഴിലിനെ കുറിച്ച് മിണ്ടാത്തതെന്ത്? ജീവിത ദുരിതത്തിന് ഒരു പരിഗണനയുമില്ലേ? അടുത്തത് സിവിൽ കോഡോ? ഈ ചർച്ചയിൽ ശ്രീ കെ ഗണേഷ് BJP, ശ്രീ വസന്ത് സിറിയ കോൺഗ്രസ്, ശ്രീ M ജയചന്ദ്രൻ ഇടതുപക്ഷ സഹയാത്രികൻ എന്നിവർ. ചർച്ചയിലേക്ക് ആദ്യം ശ്രീ കെ ഗണേഷ്. കഴിഞ്ഞ ദിവസം CSDSന്റെ രാജ്യവ്യാപകമായുള്ള അഭിപ്രായ സർവേ പുറത്തു വന്നിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാർ അവരുടെ വിഷയമായി അവതരിപ്പിച്ചത് തൊഴിലില്ലായ്മയാണ്. രണ്ടാം സ്ഥാനത്ത് വിലക്കയറ്റമാണ്. പകുതിയിലധികം വോട്ടർമാരുടെ മുഖ്യ വിഷയം തൊഴിലില്ലായ്മയോ വിലക്കയറ്റമോ ആണ് എന്നിരിക്കെ, ജനങ്ങളുടെ ജീവിത ദുരിതം അത്ര ഭയാനകമാണ് എന്നിരിക്കെ, ഇന്ന് BJPയുടെ പ്രകടന പത്രിക പുറത്തിറങ്ങുമ്പോൾ ഈ അടിസ്ഥാന വിഷയങ്ങളെ സ്പർശിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഈ വിഷയങ്ങളെ എങ്ങനെ അഭിസംബോധന ചെയ്യുമെന്ന് രാജ്യത്തോട് പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? അഭിലാഷ്, ഈ പ്രകടന പത്രികയിൽ പ്രധാനമായിട്ട് 4 വിഭാഗങ്ങളെ ആണ് പ്രധാനമന്ത്രി അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും അതിൽ ഒരു വിഭാഗം എന്ന് പറയുന്നത് യുവാക്കൾ തന്നെയാണ്. അതേപോലെ തന്നെ കർഷകർ, അതേപോലെ തന്നെ സ്ത്രീകൾ, അങ്ങനെയുള്ള വിഭാഗങ്ങളെ പ്രധാനമന്ത്രി ഇന്ന് അഡ്രസ്സ് ചെയ്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ അഡ്രസ്സ് ചെയ്തില്ല എന്ന് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ ഈ രാജ്യത്ത് മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യങ്ങൾ, രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഭാഗമായിട്ട് രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പദ്ധതികൾ അത് യുവാക്കൾക്ക് കൂടി വലിയ തോതിൽ അവർക്ക് തൊഴിൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നത് തന്നെയാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനം അത് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഇത്തരത്തിലുള്ള തൊഴിലവസരങ്ങൾ, സാധ്യതകൾ, പുതിയ പുതിയ കമ്പനികൾ, പുതിയ പുതിയ സാഹചര്യങ്ങൾ അത് ഉണ്ടാവുകയുള്ളൂ. അതിനനുസരിച്ചാണ് ഈ നമുക്കറിയാം, നമ്മുടെ നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിദേശ മേഖലയിലുള്ള കമ്പനികളൊക്കെ ഈ പ്രത്യേകിച്ച് ചൈന വിട്ട് നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായത്. കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടാവുന്നത് നല്ലത് തന്നെ. പക്ഷെ നമ്മുടെ രാജ്യത്തെ സാഹചര്യം നോക്കൂ. യൂത്ത് അൺഎംപ്ലോയ്മെന്റ് ഏറ്റവും അധികമുള്ള രാജ്യമാണ് ഇന്ത്യ. പരക്കാല പ്രഭാകരന്റെ കണക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. അത്രയധികം യുവാക്കൾക്കിടയിൽ തൊഴിലില്ലായ്മയുള്ള ഒരു രാജ്യത്ത് മുഖ്യ വിഷയമായി ആ വിഷയത്തെ അഭിസംബോധന ചെയ്യണ്ടേ? ഇവിടെ ഇപ്പോൾ ഞങ്ങൾ കുറേ പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട്, അതിന്റെ ഗുണഫലങ്ങൾ യുവാക്കൾക്കും തൊഴിലില്ലാത്തവർക്കും ഒക്കെ കിട്ടും എന്ന വേഗമായ പരാമർശത്തിനപ്പുറത്ത് മുമ്പ് നോക്കൂ, BJP തന്നെ 2 കോടി തൊഴിലവസരങ്ങൾ ഒരു വർഷം 2 കോടി പുതിയ തൊഴിൽ എന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ അങ്ങനെ പ്രഖ്യാപിക്കാൻ പോലും കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത്തരത്തിലുള്ള പഠന ഏജൻസികൾ, ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള പഠനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. നമ്മുടെ രാജ്യത്തെ നരേന്ദ്രമോദി സർക്കാരിനെ എഴുത്തി കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പഠനങ്ങളും പലതരം ഏജൻസികളുടെ പഠനങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിനൊക്കെ അത് അടിസ്ഥാനമാക്കിയിട്ടല്ലല്ലോ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അഭിലാഷേ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ആ കാര്യമാണ്. നരേന്ദ്രമോദി സർക്കാർ പ്രധാനമായിട്ടും യുവാക്കളെ കേന്ദ്രീകരിച്ച്, കാരണം ഈ പ്രകടന പത്രിക അഭിലാഷും ഇന്ന് പുറത്തിറക്കുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ, യുവാക്കളെയും പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ BJPയുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് സ്ത്രീകളും യുവാക്കളും തന്നെയാണ്. അവരെ കേന്ദ്രീകരിച്ചാണ്, അവരെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നത് തന്നെയാണ്. അവരെ എന്താ പറയുക, അതിനുവേണ്ടിയുള്ള പ്രാപ്തരാക്കുക, അവർ തൊഴിലിന് വേണ്ടിയിട്ടുള്ള തൊഴിൽ സ്കില്ല് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, സ്കിൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള പദ്ധതികളൊക്കെ ഇതിൽ ഈ പ്രകടന പത്രികയിൽ പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ തൊഴിൽ ഉള്ള ആളുകളെ എത്തിക്കുക എന്ന, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യയിൽ ഇത്രയേറെ തൊഴിലില്ലാത്ത സാഹചര്യമാണ് എങ്കിൽ
ഞാൻ കാണുന്നില്ല, ഞാൻ എവിടെയും കാണുന്നില്ല തൊഴിലിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളെ കുറിച്ചിട്ട്. തൊഴിലിന് വേണ്ടിയിട്ടുള്ള ഇത്രമേറെ സാഹചര്യമുള്ള സമരങ്ങൾ ഇന്ത്യയിൽ എവിടെയെങ്കിലോ ഏതെങ്കിലും ചില രാഷ്ട്രീയ സംഘടനകൾ നടത്തുന്ന ചില സമരങ്ങൾ ഒഴിച്ചാൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും തൊഴിലിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ ഒരു അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു സമരം നിങ്ങൾക്ക്, അഭിലാഷേ, നിങ്ങൾ മാധ്യമ പ്രവർത്തകനാണല്ലോ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കും? തൊഴിലിന് വേണ്ടി സമരം നടന്നിട്ടില്ല, തൊഴിലിന് വേണ്ടി സമരം നടന്നിട്ടില്ല എന്നുള്ളതാണ് ബി ജെ പി. ഞാൻ അതിലേക്ക് വിശദമായി വരാം. ശ്രീ എം ജയചന്ദ്രൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അർബൻ അൺഎംപ്ലോയ്മെന്റ്, യൂത്ത് അൺഎംപ്ലോയ്മെന്റ് ഏറ്റവും അധികമുള്ള ഒരു രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജൻസിയുടെ സർവേ തൊഴിലില്ലായ്മയാണ് വോട്ടർമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതിൽ തന്നെ പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട OBC, അതുപോലെ തന്നെ ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യരിൽ 67% പേരും തൊഴിൽ എന്നുള്ളതാണ് അവരുടെ മുഖ്യ കൺസേൺ എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ ഈ ഒരു വിഷയം അഭിസംബോധന ചെയ്യേണ്ടതല്ല എന്ന് പറഞ്ഞാൽ വാഗ്ദാനം കൊടുത്തു പോലും, ഇപ്പോൾ പ്രകടന പത്രികയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രഖ്യാപിക്കുന്നതെല്ലാം നടപ്പാക്കുമെന്ന മിഥ്യാബോധമൊന്നും നമുക്കാർക്കുമില്ല. പക്ഷേ അതൊരു വാഗ്ദാനം കൊണ്ട് പോലും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതല്ല എന്ന് തോന്നുന്ന വിധത്തിൽ കോൺഫിഡൻ്റ് ആയോ BJP? അത് കോൺഫിഡൻസിൻ്റെ പ്രശ്നമല്ല അഭിലാഷേ. കാരണം ഇപ്പോൾ താങ്കളിപ്പോൾ സൂചിപ്പിച്ചല്ലോ, CSDS ലോക്നേരി സർവേയുടെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാതെ തന്നെ മറ്റൊരു കാര്യമുണ്ട്. ഈ പൊളിറ്റിക്കൽ സയൻസിൽ, രാഷ്ട്രമീമാംസയിൽ ഈ തെരഞ്ഞെടുപ്പുകളെ വിലയിരുത്തുന്നതിന്, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടനം വിലയിരുത്തുന്നതിന് പ്രധാനമായും 3 അടിസ്ഥാന മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന് ഈ പ്രധാന പാർട്ടിയുടെ തുടർച്ചയായ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ, 1. 2, ആ പാർട്ടി സ്വന്തം ഉൾപാർട്ടി പ്രശ്നങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നുള്ള നില, 2. മൂന്നാമത്താണ് ഏറ്റവും പ്രധാനം, ഈ തെരഞ്ഞെടുപ്പിൽ അജണ്ട സെറ്റ് ചെയ്യുന്നത് ആര്? ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അജണ്ട സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇതാണ് ഈ പൊളിറ്റിക്കൽ സയൻസിൽ ഡോമിനൻ്റ് പാർട്ടി തിയറി എന്നാണ് പറയുക. പ്രബല പാർട്ടി സിദ്ധാന്തം എന്ന് നമുക്കതിനെ മലയാളത്തിൽ പറയാൻ പറ്റും. ഈ ഡോമിനൻ്റ് പാർട്ടി തിയറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാനീ പറഞ്ഞ മൂന്നാമത്തേത്, ഈ അജണ്ട സെറ്റ് ചെയ്യാൻ BJPക്ക് ഇന്നത്തെ പ്രകടന പത്രിക പ്രഖ്യാപിച്ച് പുറത്തിറക്കിയപ്പോൾ പോലും ഈ ഇലക്ഷന്, തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട സെറ്റ് ചെയ്യാൻ BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക്, രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയുന്നില്ല എന്നിടത്തോളം ദയനീയമാണ് ഈ ഇന്നിറക്കിയ പ്രകടന പത്രികയുടെ ഉള്ളടക്കം. അല്ല, അങ്ങനെ പറയുമ്പോഴും ശ്രീ എം ജയചന്ദ്രൻ, ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞ ഡോമിനന്റ് പാർട്ടി തിയറി അനുസരിച്ച് ഡോമിനന്റ് പാർട്ടി പരാജയപ്പെടുന്നത് എപ്പോഴാണ്? അത് വലിയ വോട്ട് സ്വിംഗ് ഉണ്ടാകുമ്പോഴല്ല, മറിച്ച് ഇൻഡെക്സ് ഓഫ് ഒപ്പോസിഷൻ യൂണിറ്റി വളരെ ഹൈ ആകുമ്പോഴാണ്. അങ്ങനെ ഒപ്പോസിഷൻ യൂണിറ്റി വളരെ ഹൈ ആണെങ്കിൽ ഈ ഡോമിനന്റ് പാർട്ടി തോക്കും എന്നുള്ളതാണല്ലോ ഇതിന്റെ സിദ്ധാന്തം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒപ്പോസിഷൻ യൂണിറ്റി വളരെ പരിമിതമാണെന്നിരിക്കെ അപ്പുറത്തൊരു നറേറ്റീവ് സെറ്റ് ചെയ്യാതെ തന്നെ ഞങ്ങൾക്ക് ജയിക്കാമെന്ന ആത്മവിശ്വാസം ഡോമിനന്റ് പാർട്ടിക്ക് ഉണ്ടാവും? ഇല്ല, അതല്ലേ അതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണങ്ങൾ. ഈ CSDS ലോക്നീതി സർവേ വന്നതിൻ്റെ പിറ്റേ ദിവസം സംഭവിച്ച ഒരു നാടകീയമായൊരു വാർത്ത വന്നതെന്താണ് നമ്മളെല്ലാവരും കണ്ടില്ലേ? BJPയുടെ ഈ ഇൻഹൗസ് സർവേ, ആഭ്യന്തര സർവേ വന്നില്ലേ? ഹരിയാന, രാജസ്ഥാൻ എന്താണ് വന്നത്? അവിടെ ഇപ്പം തന്നെ ഈ ഹിന്ദി ഹെർട്ട്ലാൻഡിൽ അറിയാമല്ലോ, അഭിലാഷിന് അറിയാമല്ലോ, ടാപ്പ് ചെയ്യാവുന്നതിന് മാക്സിമത്തിലാണ് BJPയുടെ അവിടുത്തെ നില ഇപ്പം നിൽക്കുന്നത്. അതിൽ നിന്ന് മുമ്പോട്ട് പോകാനില്ല. കാരണം അത്രത്തോളം ബ്രിമ്മിലാണല്ലോ നിൽക്കുന്നത്, ഇനി എടുക്കാനില്ല. അവിടെയാണ് ഈ തിരിച്ചടി എന്ന് അവരുടെ തന്നെ ആഭ്യന്തര സർവേകൾ വിലയിരുത്തി പുറത്തേക്ക് വരുന്നത്. ഇത് സ്വാഭാവികമായും BJPയുടെ പ്രതിനിധിയായിട്ട് വിട്ടിരിക്കുന്ന ശ്രീ ഗണേഷ് ഒരിക്കലും അദ്ദേഹത്തിന് അംഗീകരിക്കാൻ കഴിയില്ല, സമ്മതിക്കാനും കഴിയില്ല. ഞങ്ങൾ അങ്ങനൊരു സർവേ നടത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞേക്കാൻ ഇടയുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഏതായാലും ഈ നിർമ്മിച്ചു കൂട്ടുന്ന അല്ലെങ്കിൽ തുന്നിക്കെട്ടുന്നൊരു വാർത്തയായിട്ടല്ലല്ലോ ഇത് വരുന്നത്. അതിൻ്റെ ഇൻ ഡീറ്റെയിൽ ആയിട്ടാണല്ലോ ആ സാധനം വരുന്നത്. വന്നിടത്തോളം അത്രയും വിശദാംശങ്ങളുമുണ്ട്. അപ്പോൾ ഈ ഡോമിനൻ്റ് പാർട്ടി തിയറി പ്രകാരം തന്നെ നോക്കിയാലോ അഭിലാഷേ, ഇത് മറുഭാഗത്ത് നിൽക്കുന്ന ഇന്ത്യ സഖ്യം അവർ ഈ ഏകോപിതമായി വന്നിട്ടില്ല എങ്കിൽ പോലും ഇവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് അവരെ പുറകോട്ടടിക്കുന്നതെന്ന് മാത്രമല്ല, ഞാൻ പറയുന്നത് അവരുടെ മുമ്പോട്ട് വെച്ചുള്ള മുദ്രാവാക്യങ്ങളിൽ നിന്ന് സ്വയം പുറകോട്ട് പോകേണ്ട കാര്യം വന്നത് കൃഷിക്കാരുടെ കാര്യത്തിലാണ് ഏറ്റവും പ്രധാനമായി ഇവിടെ കാണുന്നത്. ഗണേഷ് പറയുന്നത് യുവാക്കൾക്ക് പ്രതിഷേധമില്ല, രാജ്യത്ത് എവിടെ യുവാക്കൾക്ക് പ്രതിഷേധമില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അന്തം വിട്ടു പോവുകയാണ്. ഒരു യുവ നേതാവിന് അദ്ദേഹത്തിൻ്റെ പാർട്ടി
രാജ്യം ഭരിക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ രാജ്യത്ത് നടക്കുന്ന ഒരു പ്രശ്നങ്ങളും അറിയുന്നില്ല എന്ന് പറയുന്നത് യുവ സുഹൃത്തായ നേതാവെ കഷ്ടമാണ് കേട്ടോ ഗണേഷ്, അങ്ങനെ കാണുന്നത്. കാരണം യുവാക്കളുടെ അണ്ടർസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ആ പീക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് ഏതൊക്കെ തലത്തിലാണെന്നുള്ളത് നമുക്കിനി ബാക്കിയുള്ള സമയത്ത് ചർച്ച ചെയ്യാം. അതിരിക്കട്ടെ. അതുപോലെ തന്നെ ഈ ഫാർമേഴ്സ് അണ്ടർസ്റ്റ് എന്താണ് അതിൻ്റെ സ്ഥിതി? പിന്നെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം പ്രശ്നങ്ങളായിട്ട് നിൽക്കുകയല്ലേ? ഇതിനാണോ നിങ്ങളുടെ മാനിഫെസ്റ്റോ? നമുക്കത് ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം. അതിനു മുമ്പ് അഡ്വക്കേറ്റ് വസന്ത്, ഇവിടെ ഇപ്പോൾ BJP-യുടെ പ്രകടന പത്രികയിൽ പറയുന്ന ഇപ്പോൾ 1 നേഷൻ 1 ഇലക്ഷൻ നടപ്പാക്കും, 5G 6G ഡെവലപ്മെന്റ്, ലോകമെമ്പാടും രാമായണ ഫെസ്റ്റിവൽ, ഇങ്ങനെ വളരെ എന്താ പറയുക റട്ടറിക്കലായിട്ടുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട്, വാചാടോപമുണ്ട്. പക്ഷേ ചില അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് വരുന്നില്ല. അതിപ്പോൾ തൊഴിലിൻ്റെ കാര്യത്തിൽ, വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിൽ, എങ്ങനെ മാർക്കറ്റ് ഇൻ്റർവെൻഷൻ നടത്തണം എന്നുള്ള കാര്യത്തിൽ, അവരുടെ നിലവിലുള്ള പദ്ധതികൾ എക്സ്പാൻഡ് ചെയ്യും എന്നുള്ളതിനപ്പുറത്ത് ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമിൻ്റെ പ്രഖ്യാപനമോ അതല്ലെങ്കിൽ ഞങ്ങൾ നടപ്പാക്കുമെന്ന അറിയിപ്പോ അങ്ങനെ ഒന്നുമില്ല. എന്തുകൊണ്ടായിരിക്കും അത്? ഇങ്ങനെ ഒന്നും ഇല്ലാതെ തന്നെ ജയിക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കുമോ? അല്ല ശ്രീ അഭിലാഷ്, പഴയ വൈൻ പുതിയ കുപ്പിയിൽ അവതരിപ്പിക്കുകയാണ് ഇവരുടെ ഇന്നത്തെ പ്രകടന പത്രിക. നോക്കൂ, 2019 പറഞ്ഞതിൽ കൂടുതലായി അവർക്ക് ഒന്നും പറയാനില്ല. 2019 പറഞ്ഞതിൽ നിന്ന് അവർ മൈനസ് ചെയ്തിരിക്കുന്നത് രാമക്ഷേത്രം മാത്രമാണ്. ബാക്കിയെല്ലാം അതേപടി പറയുകയാണ്. 2019 പ്രകടന പത്രികയിൽ ഇവർ പറഞ്ഞത് 2022 24 22 ഈ രാജ്യത്ത് ഭവനരഹിതരായിട്ടുള്ള ഒരാൾ പോലും ഇല്ലാതാകുക എന്നുള്ളതാണ് മോദിയുടെ ഗ്യാരണ്ടി എന്നാണ് പറഞ്ഞത്. അതേ പ്രകടന പത്രിക അതേ നരേന്ദ്രമോദി നയിക്കുന്ന NDAക്ക് ഈ വർഷം പറയേണ്ടി വരികയാണ് 3.5 കോടി പുതിയ ഭവനങ്ങൾ നിർമ്മിക്കേണ്ടി വരും. നോക്കൂ, 2019 ചില ഗ്യാരണ്ടികൾ ചിലർ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ ഗ്യാരണ്ടി മോദിയുടേതായിരുന്നു. എന്താണത്? ഈ രാജ്യത്തെ കള്ളപ്പണം മുഴുവൻ തിരിച്ചെത്തിച്ച് എന്റെയും അഭിലാഷിന്റെയും അക്കൗണ്ടിൽ 15 ലക്ഷം വീതം ഇട്ടു നൽകും എന്നതായിരുന്നു മോദിയുടെ ഒന്നാമത്തെ ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടി പൂർത്തീകരിച്ചോ? ഇല്ലല്ലോ. 2024 നിങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഗണേശേ കേക്ക്. കള്ളപ്പണത്തിന്റെ മൊത്ത വ്യാപാരികൾ BJP-യും ടീമുമാണെന്ന് ഇലക്ട്രൽ ബോണ്ട് വ്യക്തമാക്കി തന്നില്ലേ? കള്ളപ്പണവുമായി ബന്ധപ്പെട്ട വിവരം കൊടുക്കാൻ സുപ്രീം കോടതി ചോദിച്ചപ്പോ അതിന് തട നിന്നതാരാ? നിങ്ങളല്ലേ, നിങ്ങളുടെ ഗവൺമെന്റ് അല്ലേ? 2019 നിങ്ങളുടെ സുരേന്ദ്രൻ, ഇപ്പൊ ഗണപതി വട്ടമാക്കും എന്ന് ഗ്യാരണ്ടി പറയുന്ന സുരേന്ദ്രൻ 2019 ഒരു ഗ്യാരണ്ടി പറഞ്ഞിരുന്നു. ഞങ്ങളുടെ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വന്നാൽ പെട്രോളിനും ഡീസലിനും 50 രൂപയാക്കി തരും എന്നാണ് പറഞ്ഞത്. ഇനി ഗണേശ് ചിലപ്പോ പറയുമായിരിക്കും അത് 1/2 ലിറ്റർ പെട്രോളിനാണ് എന്ന്. എന്റെ ഗണേശ, അന്ന് 80 രൂപയാണ് 2019 പെട്രോളിന്റെ വില. ഇന്ന് എത്രയാണെന്ന് അറിയാമോ? 110ഓളം രൂപയാണ്. 1/2 ലിറ്റർ പെട്രോൾ ആയിരുന്നു നിങ്ങൾ പറഞ്ഞത് എന്ന ക്യാപ്സ്യൂൾ നിങ്ങൾ മുമ്പോട്ട് വെച്ചാൽ പോലും 1/2 ലിറ്ററിന് ഇന്ന് 50-ലേറെ രൂപയാണ്. ആ ഗ്യാരണ്ടി പൊളിഞ്ഞു. 2019 ശോഭാ സുരേന്ദ്രൻ, നിങ്ങളുടെ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി, അവർ 2014 LPG വില 410 ആയപ്പോൾ 390-ൽ നിന്ന് 20 രൂപ കൂടി 410 എന്ന എമൗണ്ടിലേക്ക് എത്തിയപ്പോൾ നോക്കൂ, ഞാൻ പുതിയ ഗ്യാരണ്ടി നൽകാം എന്ന് പറഞ്ഞ് നാടൊട്ടുക്കും അടുപ്പ് കൂട്ടി സമരം നടത്തി. എന്നിട്ട് അവർ പറഞ്ഞെന്താണെന്ന് അറിയാമോ? ഇപ്പോൾ 410 ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 2014 ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇത് പാതിയാക്കും. പാതി എന്ന് പറയുമ്പോൾ ഗണേഷ് എത്രയാവുന്നത്? 205 ആക്കണം. എന്നാൽ ഇന്ന് 1200 രൂപയായിരുന്നു കഴിഞ്ഞ മാസം വരെ LPGയുടെ വില. അതായത് ശോഭാ സുരേന്ദ്രന്റെ ഗ്യാരണ്ടി പ്ലസ് 1000 രൂപ, അതായിരുന്നു നിങ്ങളുടെ ശോഭാ സുരേന്ദ്രന്റെ ഗ്യാരണ്ടി ആ കാര്യത്തിൽ നടപ്പിലായത്. നിർമ്മല സീതാരാമന്റെ ഒരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നു, അത് കാണണ്ടേ നമ്മള്? എന്താ പറഞ്ഞത്? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പ്രതിവർഷം 2 കോടി തൊഴിലവസരങ്ങൾ ആർക്ക് കൊടുക്കും? ഇവിടുത്തെ യുവാക്കൾക്ക് കൊടുക്കും. എന്നാൽ ഗ്ലോബൽ ഇൻഡെക്സുകളിൽ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടുതൽ നേരിടുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നടന്നത് നിർമ്മല സീതാരാമന്റെയും മോദിയുടെയും ടൈമിലാണ് എന്ന് രാജ്യം മനസ്സിലാക്കുകയാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന CSDS സർവേ അടക്കം നിങ്ങളുടെ രാമക്ഷേത്രമല്ല ചർച്ച ചെയ്യുക. ജനം ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ കൃത്യമായി അവർ ജീവൽ പ്രശ്നങ്ങളായ വിലക്കയറ്റവും തൊഴിലില്ലായ്മയാണ് എന്ന് വളരെ കൃത്യമായി പറയുന്നില്ലേ? അടുത്തത് സ്ത്രീ സുരക്ഷ. 2014-ലും 2019-ലും നാടൊട്ടുക്കും ഇവരുടെ സ്റ്റാർ ക്യാമ്പയിനറായി സ്ത്രീ സുരക്ഷയെ പറ്റി പ്രസംഗിച്ചു നടന്ന ആരാ? ബ്രിജിഭൂഷൺ സിംഗ് ആയിരുന്നു. ആ ബ്രിജിഭൂഷൺ സിംഗിന്റെ കൂടെ പാർലമെന്റിൽ ഇരിക്കണമെങ്കിൽ കോ പാനലിസ്റ്റുകൾക്ക്, കോ പാർലമെന്റേറിയൻസിന് ബ്രിജിഭൂഷണിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു പ്രൂഫ്, ബ്രിജിഭൂഷൺ പ്രൂഫ് ഇടേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചതാരാ? നിങ്ങൾ തന്നെയല്ലേ? നിങ്ങൾ പറയുന്നു വിശ്വഗുരുവായി മോദി മാറുന്നു, ഇന്ത്യയെ അഖിലേന്ത്യാ തലത്തിൽ ഉയർത്തിപ്പിടിക്കാൻ പോവുകയാണ് ഇന്ത്യയുടെ അഭിമാനം എന്ന് പറയുമ്പോൾ മോദി രാഷ്ട്രീയത്തെ പറ്റി ചിന്തിക്കുന്നതിനും മുമ്പ് ഇന്ത്യയുടെ അഭിമാനം അന്താരാഷ്ട്ര വേദികളിൽ എത്തിച്ച ഒളിമ്പിക്സ് താരങ്ങൾക്ക് അവരുടെ മെഡൽ വലിച്ചെറിഞ്ഞ് രാജ്യത്തിന്റെ മുമ്പിൽ കണ്ണീരൊലിപ്പിച്ചു ഉണ്ടാക്കിയതാരാം. അപ്പൊ ആ ഗ്യാരണ്ടി നടപ്പിലായിട്ടുണ്ടോ? അപ്പോൾ ഇവർ പറഞ്ഞ ഒരു ഗ്യാരണ്ടി നടപ്പിലായില്ല എന്ന് മാത്രമല്ല
ആകെപ്പാട് ഇവർക്ക് ചെയ്യാൻ പറ്റിയത് ചില PM ആവാസ് യോജനകൾ ഇവരുണ്ടാക്കി. PM യോജനകൾ എന്താണ്? PM യോജന ശ്രീ അഭിലാഷ്, PM യോജന എന്ന് പറഞ്ഞാൽ പേരുമാറ്റൽ യോജനയാണ്. UPA ഗവൺമെന്റിന്റെ കാലത്ത് നടപ്പിലാക്കിയ പദ്ധതികളുടെ മുഴുവൻ പേര് മാറ്റി. ഇന്ദിരാ ആവാസ് യോജന മാറ്റി അതിനെ PM ആവാസ് യോജനയാക്കി. UPA ഗവൺമെന്റ് കൊണ്ടുവന്നു. എന്താണ്? ഈ രാജ്യത്ത് അഭിലാഷിനും എനിക്കും ഓരോ സാധാരണക്കാരനും ഇവിടുത്തെ എന്താണ് ഭക്ഷ്യ സുരക്ഷാ നിയമം അത് അതേപടി മാറ്റി. മോദിക്ക് ഗ്യാരണ്ടി, എല്ലാവർക്കും ഞങ്ങൾ എന്ത് കൊടുക്കും, ഭക്ഷ്യം സുരക്ഷ പറയുന്നു. പേര് മാറ്റാനല്ലാതെ മുമ്പോട്ട് പോകാൻ ഇവർക്ക് ഒന്നുമില്ല എന്നുള്ളതാണ്. ശരി, ഓക്കെ, അതാണ് കോൺഗ്രസിന്റെ പോയിന്റ്. ഇവിടെ ശ്രീ കെ ഗണേഷ്, ഇനിയിപ്പോ യുവാക്കളിൽ നിന്ന് മാറി നമ്മളിപ്പോ കർഷകരെ കുറിച്ച് പറഞ്ഞു. താങ്കൾ പറഞ്ഞല്ലോ കർഷകർ ഈ പ്രകടന പത്രികയുടെ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണെന്ന്. 2019 നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ 2022 കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന പ്രഖ്യാപനം ഉണ്ടായിരുന്നു. കർഷകർ ഈ കഴിഞ്ഞ മോദി സർക്കാരിന്റെ കാലത്ത് എത്ര തവണ സമരം ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടു. എന്തായാലും 2022 എന്ന വർഷം കഴിഞ്ഞ് വീണ്ടും നമ്മൾ 2 വർഷം മുന്നോട്ട് പോയിട്ട് 2024 നിൽക്കുന്നത്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കിയില്ലെന്ന് മാത്രമല്ല, 2019 കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് പറഞ്ഞ BJP 2024 അത് ഇനി ഒന്നുകൂടി മുന്നോട്ട് വെക്കുന്നില്ല. കർഷകരുടെ വരുമാനത്തെക്കുറിച്ചുള്ള യാതൊരു പരാമർശവുമില്ല. MSP മിനിമം സപ്പോർട്ട് പ്രൈസ് കാലാകാലങ്ങളിൽ വർദ്ധിപ്പിക്കും, PM ഫസൽ ബീമ യോജന ശക്തിപ്പെടുത്തും തുടങ്ങിയ പരാമർശങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഈ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന വാഗ്ദാനം പോലും ആവിയായി പോയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എങ്ങനെ കർഷകരെ അഭിസംബോധന ചെയ്യും? അഭിലാഷ്, ആദ്യം ഒരു തുടക്കം ജയേന്ദ്രൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ കാണാത്തത് കൊണ്ടാണോ അറിയില്ല. ഇന്ത്യയിൽ അങ്ങനെ തൊഴിലിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്ന് കാണിച്ചു തന്നാൽ കാണാം. ഞാൻ പത്രം വായിച്ച് പത്രങ്ങളിലൊക്കെയാണ് ഞാനും അറിയുന്നത്. പത്രങ്ങളിലൊന്നും എവിടെയും രാജ്യത്തെവിടെയും അത്തരത്തിലുള്ള വലിയ സമരങ്ങൾ നടക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാണിച്ചു തരാൻ പറയുന്ന സാറിന് പോലും അവിടെ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരു സമരം പോലും കാണുന്നില്ല. ഇവിടെ 2014 മുന്നേ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവിടുത്തെ തെരുവിലായിരുന്നു ഇവിടുത്തെ യുവാക്കൾ മുഴുവൻ. ഇവിടുത്തെ അഴിമതി നിറഞ്ഞ സർക്കാരിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് രാജ്യത്തെ കോളേജുകളിൽ നിന്നും സർവകലാശാലകളിൽ നിന്നും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് യുവാക്കൾ തെരുവിലിറങ്ങിയ കാഴ്ച നമ്മളാരും മറന്നുപോയിട്ടില്ല. 10 വർഷം കഴിഞ്ഞ് നരേന്ദ്രമോദിയുടെ ഒരു സമ്പൽ സമൃദ്ധമായ കാലഘട്ടം വന്നപ്പോൾ 2014 മുന്നേ ഉള്ള അവസ്ഥ മറന്നു പോകരുത് എന്നൊരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ഈ പ്രത്യേകിച്ച് യുവാക്കൾ, ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ശക്തി യുവാക്കളും സ്ത്രീകളും കർഷകരൊക്കെ തന്നെയാണ്. യാതൊരുവിധ മാറ്റവുമില്ല. അത് തന്നെയാണ് ഞങ്ങളുടെ വോട്ട് ബാങ്ക്. ഇവിടെ പൊളിറ്റിക്കൽ സയൻസിലെ തിയറി പഠിച്ചിട്ടൊന്നുമല്ല. ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഞങ്ങളിവിടെ ഒന്നുമല്ലാത്ത കാലഘട്ടത്തിൽ പോലും ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന അജണ്ട ഇവിടുത്തെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന അന്ത്യോദയ എന്നുള്ള സങ്കല്പം തന്നെയാണ്. ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകളെ ഈ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്നത് തന്നെയാണ് ഞങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇവിടെ നിരവധിയായിട്ടുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഏതൊക്കെ സർക്കാരുകൾ അതിന് രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. പക്ഷേ ഇവിടുത്തെ ജനങ്ങളുടെ ആ പ്രശ്നങ്ങൾ, അവരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനോ അത് പരിഹരിക്കാനോ ഇവിടുത്തെ ഒരു സർക്കാരുകൾക്കും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് നരേന്ദ്രമോദി സർക്കാർ ആദ്യത്തെ 5 വർഷം ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. പല വലിയ ശ്രമങ്ങൾ ഞങ്ങൾ നടത്തി. അത് ജനങ്ങൾക്കിടയിൽ ഞങ്ങൾക്ക് വലിയ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് യുവാക്കൾ, നിങ്ങൾ നേരത്തെ പറഞ്ഞ യുവാക്കളിലും സ്ത്രീകളിലും ഇടയിലും വലിയ വിശ്വാസ്യത ഉണ്ടാക്കാൻ ഞങ്ങളുടെ സംഘടനയ്ക്കും ഞങ്ങളുടെ സർക്കാരിനും സാധിച്ചു. പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്ന് തന്നെയാണ് അതിന് പറയേണ്ടത്. ആ ഗ്യാരണ്ടി ഇവിടുത്തെ ജനങ്ങൾ വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾ സാധിച്ചിട്ടുണ്ട്. അവിടെ ജാതിയോ മതമോ, ഇവിടെ ജാതിയും മതവും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ നിൽക്കുന്നത്. ജാതിയോ മതമോ നോക്കിയിട്ടല്ല കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഗ്യാരണ്ടി ഈ രാജ്യത്ത് നടപ്പിലാക്കിയത്. ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകളെ മുന്നോട്ട് കൊണ്ടുവരിക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു. ഇവിടെ നമ്മുടെ നേരത്തെ സൂചിപ്പിച്ചു സ്കിൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു. അതേപോലെ തന്നെ ഇവിടുത്തെ മുദ്ര യോജന ഇപ്രാവശ്യം അതിൻ്റെ ഇത് പരിധി ഉയർത്തിയത് 20 ലക്ഷമായിട്ടാണ് ഉയർത്തിയിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. മുദ്ര യോജന എത്രമാത്രം ആളുകൾക്ക് ഈ സ്വയം എന്താ പറയുക ബിസിനസ് രംഗത്തേക്ക് കടന്നു വരുന്നതിന് വലിയ പ്രേരണ ഈ സമൂഹത്തിന്, പ്രത്യേകിച്ച് യുവാക്കൾക്ക്, സ്ത്രീകൾക്ക്. എത്രമാത്രം സ്ത്രീകളാണ് ഈ വിഷയത്തിൽ. കേൾക്കാം, താങ്കൾ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഹലോ, താങ്കൾ പറയുന്നത് എത്രമാത്രം ആളുകൾക്കാണ് ഈ പദ്ധതി ഉപകാരപ്പെടുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ മുദ്രാ യോജനയിൽ 68% സ്ത്രീകളാണ്
സ്വയം എന്താ പറയുക ബിസിനസ് രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. അങ്ങനെ എല്ലാ മേഖലയും, ഈ കാർഷിക മേഖലയിൽ ഞങ്ങളൊരു നിയമം കൊണ്ടുവന്നു. ഈ രാജ്യത്ത് ഞങ്ങളൊരു നിയമം കൊണ്ടുവന്നു. ആ നിയമം ഇവിടുത്തെ കർഷകരിലെ വിശ്വാസത്തിലെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. പ്രധാനമന്ത്രി അത് തന്നെയാണ് സൂചിപ്പിച്ചത്. ഞങ്ങൾക്ക് ആ കർഷക സമൂഹത്തെ വിശ്വാസത്തിലെടുക്കാൻ ഞങ്ങളൊരു നല്ലൊരു ഒരു നിയമം ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്ന സമയത്ത് വിശ്വാസത്തിലെടുക്കാൻ അല്ലെങ്കിൽ കർഷകർക്ക് സാധിച്ചിട്ടില്ല. സമരമൊക്കെ ചരിത്രം. പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യത്തിലെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ്? ഇപ്പോൾ സ്വാമിനാഥൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ നടപ്പാക്കൽ, സ്വാമിനാഥൻ ശുപാർശയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ എന്ന് പറയുന്നത് കർഷകരുടെ വരുമാനം സംബന്ധിച്ചായിരുന്നു. അപ്പോൾ കർഷകരുടെ വരുമാനം ഉയർത്തുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു പോൾ പ്രോമിസായി നിങ്ങൾ ഉന്നയിച്ചതാണ്. 2019 പറഞ്ഞത് എന്താ? 2022 ആകുമ്പോൾ കർഷകരുടെ വരുമാനം ഇരട്ടിയാകുമെന്നാണ്. ഇരട്ടി ആയില്ല എന്നുള്ളത് പോട്ടെ, 2024 അതേ വാഗ്ദാനം ഒന്നുകൂടി കർഷകർക്ക് കൊടുക്കാൻ പോലും ഇനി ഞങ്ങൾക്ക് 2022 പറ്റിയിട്ടില്ല, 2029 ആകുമ്പോൾ ഞങ്ങൾ അത് ചെയ്യും എന്നൊരു വാഗ്ദാനം പോലും കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഒരിക്കലും അല്ല അഭിലാഷേ. PM കിസാൻ സമ്മാൻ നിധി ഇതുമായി ബന്ധപ്പെട്ട് 6000 രൂപ നേരിട്ടിട്ട് ഏതെങ്കിലും സാധിച്ചിട്ടുണ്ടോ? അത് വില ഇരട്ടിയാക്കലല്ല, വരുമാനം ഇരട്ടിയാക്കലല്ല, അത് പീരിയോഡിക്കലായി 3 തവണയായി 2000 രൂപ വെച്ച് കൊടുക്കുന്ന ഏർപ്പാടാണ്. 85,000 കോടിയിലധികം രൂപയുടെ നേട്ടമുണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ 2019 ആക്ഷേപിക്കാം. അല്ല, ആക്ഷേപമല്ല. 2019 ഒന്നാം മോദി സർക്കാരിന്റെ അവസാനത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ് PM കിസാൻ സമ്മാൻ നിധി. 2000 രൂപ വെച്ച് 3 തവണയായി നൽകുന്ന പദ്ധതി. ഇത്തവണ ഈ ബജറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് കിസാൻ സമ്മാൻ നിധി ഇരട്ടിയാക്കും എന്നുള്ളതായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. 2019 കൊടുക്കുന്ന ഇതിങ്ങനെ ഈ ചെറിയ 2000 രൂപ വെച്ച് 3 തവണയായി കൊടുത്താൽ മതി കർഷകർക്ക് എന്നൊക്കെയുള്ളത്, അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലേക്കൊക്കെ നമ്മൾ പോകണോ? ഏത് കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്? കർഷകർക്ക് അവർ പണിയെടുക്കുന്നതിനുള്ള വരുമാനം, കർഷകന്റെ വരുമാനം ഇരട്ടിയാക്കുന്നതിനെ കുറിച്ചാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ള പ്രോമിസ്. 2019 കൊടുത്തിട്ടുള്ള പ്രോമിസ്, ഈ PM കിസാൻ സമ്മാൻ നിധി ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം കൊടുത്തിട്ടുള്ള പ്രോമിസ്, അത് ഡെലിവർ ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല അതൊരിക്കൽ കൂടി ആവർത്തിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ്. അല്ല, അങ്ങനെയല്ല. ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം, ഇന്ത്യയിൽ നിരവധിയായിട്ടുള്ള കർഷക സമരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നല്ലോ. ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന നിരവധിയായിട്ടുള്ള വലിയ ആളുകൾ, കർഷക സമൂഹം പങ്കെടുത്ത വലിയ സമരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ സ്ഥലങ്ങളിൽ പോലും BJP എന്തുകൊണ്ടാണ് ആ കർഷക സമൂഹത്തിന്റെ പിന്തുണ നേടി അവിടെ വിജയിക്കുവാനുള്ള കാരണം? അവിടെ പ്രാദേശികമായിട്ടുള്ള നടന്ന തെരഞ്ഞെടുപ്പുകളിലാണെങ്കിലും സംസ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിലാണെങ്കിലും ഇനി ദേശീയ തലത്തിൽ കഴിഞ്ഞ 2 തവണയും ഇത്തരം മേഖലകളിൽ എന്തുകൊണ്ട് കർഷക സമരം നടന്ന സ്ഥലങ്ങളിൽ പോലും, പ്രത്യേകിച്ച് മഹാരാഷ്ട്ര പോലെയുള്ള സ്ഥലങ്ങളിൽ എന്തുകൊണ്ടാണ് BJP വിജയിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളാണ്. കാർഷിക സമൂഹത്തിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തുടക്കം മുതൽ, കഴിഞ്ഞ മോദി സർക്കാരിൻ്റെ തുടക്ക കാലഘട്ടം മുതൽ ഈ കാർഷിക സമൂഹത്തിന് വേണ്ടിയിട്ട് ഈ സർക്കാർ ഇടപെട്ട രീതികൾ തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഏകദേശം 1683-ലധികം പ്രധാനമന്ത്രി കിസാൻ സമൃദ്ധി കേന്ദ്രങ്ങളാണ് നരേന്ദ്രമോദി സർക്കാർ തുറന്നിരിക്കുന്നത്. PM കിസാൻ പദ്ധതി കീഴിൽ 36.2 ലക്ഷത്തിലധികം കർഷകർക്ക് 85,000 അധികം കോടിയിലധികം രൂപയുടെ നേട്ടമാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ മേഖലകളിലും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു കയ്യൊപ്പ് ചാർത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച്, നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുവാനുള്ള പല പ്രശ്നങ്ങളുണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവണം, അത്തരം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുക തന്നെ ചെയ്യണം. അത്തരം കാര്യങ്ങൾ അത് പരിഹരിക്കുക എന്ന് തന്നെയാണ് ഞങ്ങൾ ഈ കിസാൻ സമ്മാൻ ഈ പ്രകടന പത്രികയിലൂടെ, വികസന സങ്കല്പ പത്രികയിലൂടെ, അതായത് പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്ന സർക്കാർ, അതിനുവേണ്ടി ശ്രമിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി തന്നെയാണ് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ നടപ്പാക്കി എന്നുള്ളതാണ്. 2 കോടി തൊഴിൽ, അതുപോലെ തന്നെ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കൽ പോലെ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന എത്രയോ കാര്യങ്ങൾ. വലിയ ആത്മവിശ്വാസത്തിൽ ഇനി വേണമെങ്കിൽ സർക്കാരിന്റെ കയ്യിൽ മന്ത്രവടിയൊന്നുമില്ലല്ലോ, സർക്കാരിന്റെ കയ്യിൽ മന്ത്രവടിയൊന്നുമില്ലല്ലോ എന്ന് ന്യായമായും പറയാം. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ജയചന്ദ്രൻ, ഇവിടെ ഇപ്പോൾ BJPയെ സംബന്ധിച്ച് PM കിസാൻ സമ്മാൻ നിധി നമ്മുടെ നാട്ടിലെ കർഷകർക്കും കിട്ടുന്ന, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഗെയിം ചേഞ്ചറായി വർത്തിച്ച ഘടകങ്ങളിൽ ഒന്ന്, അത് മാത്രമെന്ന് ഞാൻ പറയില്ല, പുൽവാമ അടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണമെത്തുന്ന പദ്ധതി, അതിൻ്റെ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് സന്തോഷം നൽകുന്നതായിരുന്നു. അത് നമുക്കറിയാം. അതുമാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെടുത്താൽ മധ്യപ്രദേശിലൊക്കെ ലാഡ്ലി ബഹന സ്കീം പോലെയുള്ള ആളുകളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം കിട്ടുന്ന പദ്ധതികൾക്ക് വലിയ സ്വീകാര്യതയുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ചെയ്തു എന്നിവിടെ ചൂണ്ടിക്കാണിക്കുന്നു. അതുപോലെ തന്നെയാണ് മുദ്രാ ലോണിൻ്റെ ലിമിറ്റ് 20 ലക്ഷത്തിലേക്ക് വർദ്ധിപ്പിക്കുമെന്നാണ് BJPയുടെ ഒരു പ്രധാനപ്പെട്ട പ്രോമിസ്. അപ്പോൾ ആളുകൾ തൊഴിൽ നേടുകയല്ല, മറിച്ച് സംരംഭകരാകുകയാണ് വേണ്ടത്. അങ്ങനെ ഒരു സംരംഭം, ഒരു ചെറുകിട സംരംഭം തുടങ്ങി 3-4 പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു എക്കോസിസ്റ്റത്തിലേക്ക് ഞങ്ങൾ കാര്യങ്ങളെ മാറ്റുകയാണ് എന്ന് പറയാനുള്ള ആത്മവിശ്വാസം ഇപ്പോൾ BJPക്കുണ്ട്.
അത് പിന്നെ ആത്മവിശ്വാസം എന്നുള്ളത് തീരെ ഇല്ലാത്തൊരു BJP ആണ് ഞാൻ വാസ്തവത്തിൽ ഇപ്പോൾ കാണുന്നത്, അഭിലാഷേ. കാരണം ഈ പറയുന്ന കർഷക സഹായം അടക്കമുള്ള കാര്യങ്ങൾ താങ്കൾ പറഞ്ഞുവല്ലോ, അത് നമ്മൾ പിന്നീടാണ് ഫെബ്രുവരി 15-ന് സുപ്രീം കോടതി പറഞ്ഞപ്പോഴാണ് അതിൻ്റെ ആഘാതം എത്രയാണെന്നുള്ളത് ഇന്ത്യ തിരിച്ചറിയാൻ തുടങ്ങിയത്. ഞാൻ മറ്റൊരു ചർച്ചയിൽ മാതൃഭൂമി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വിഷയം നേരത്തെ എഴുതിയ ഒരാളെന്നുള്ളത് എനിക്ക് തന്നെ പറയുകയാണ്. മറ്റൊന്നുമല്ല, പൊളിറ്റിക്കൽ ഫണ്ടിങ്ങിൻ്റെ ഇലക്ട്രൽ ബോണ്ട് അത്രേ പറയുന്നുള്ളൂ. അത് പൊളിറ്റിക്കൽ ഫണ്ടിങ് ആണ് എന്നുള്ളതിലേക്ക് ഇപ്പോഴും രാഷ്ട്രീയ കക്ഷികൾ വന്നിട്ടില്ല. ഇലക്ട്രൽ ബോണ്ട് തെറ്റാണ്, പിന്നെ കുഴപ്പമാണ്, രാജ്യത്തെ കുഴപ്പം പ്രശ്നമാണെന്ന് പറയുന്നത്. പക്ഷേ പൊളിറ്റിക്കൽ ഫണ്ടിങ് എന്നുള്ളതാണ് നെക്സസ്. അതാണ് ആ പൊളിറ്റിക്കൽ ഫണ്ടിങ്ങിനെ ഇവർ കാണിച്ച പരിപാടി എന്താണെന്നുള്ളത് സുപ്രീം കോടതി മാത്രമേ ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. മറ്റേതിലേക്ക് രാഷ്ട്രീയ കക്ഷികൾ പോയിട്ടില്ല. മാധ്യമങ്ങൾ എത്രത്തോളം പോയിട്ടുണ്ടെന്നുള്ള നന്നായിട്ട് അറിയാവുന്ന ഒരാളാണല്ലോ താങ്കൾ. പക്ഷേ ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് മറ്റു രണ്ട് കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ 2021 ഫെബ്രുവരി 24-ന് രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വെബിനാർ ഉദ്ഘാടനം ചെയ്യുകയാണ് ഡൽഹിയിൽ. ആ വെബിനാർ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്, മൈ ഗവൺമെൻറ് ഹാസ് നോ ബിസിനസ് ടു ബി ഇൻ ദ ബിസിനസ്. ഇതാണ് വളരെ കണ്ണിങ് ആയിട്ടുള്ള ആ വാചകം, തലവാചകം, ഹെഡിങ്. മൈ ഗവൺമെൻറ് ഹാസ് നോ ബിസിനസ് ടു ബി ഇൻ ദ ബിസിനസ്. എൻ്റെ ഗവൺമെൻറ്റിന് പിന്നെ ബിസിനസ്സിൽ ഇടപെടാനുള്ള ഒരു ഇടപാടും ഞങ്ങൾക്കില്ല, കച്ചവടം ചെയ്യാനുള്ള പരിപാടി ഞങ്ങൾക്കില്ല എന്ന് ചുരുക്കം, ഒരു നാടൻ മലയാളത്തിൽ പറഞ്ഞാൽ അത് ഗവൺമെൻറ്റിൻ്റെ പണിയല്ല എന്ന് പറഞ്ഞിട്ട് ചെയ്തത് എന്താണെന്ന് അറിയുമോ? ഈ നാട്ടിൽ നവരത്ന കമ്പനികളെ മൊത്തത്തിൽ തന്നെ വിറ്റ് തുടങ്ങിയിരുന്നു അതിനകം തന്നെ. എന്നിട്ട് ഈ തലവാചകം പറഞ്ഞിട്ട്, ഈ വെബിനാറിൽ ഇത് പറഞ്ഞിട്ട് പിന്നീട് വിൽപ്പനയാണ്. ആദ്യം വിറ്റത് എയർ ഇന്ത്യയാണ് വിറ്റത്. അതിനുശേഷം ഈ പ്രഖ്യാപനത്തിന് ശേഷം വിറ്റത് ആർക്കാണ് വിറ്റതെന്ന് എല്ലാവർക്കും അറിയും, ടാറ്റാസിനാണെന്നുള്ളത് ഇല്ലേ? അങ്ങനെ എത്ര കമ്പനികൾ, ഗണേഷ് ആ ലിസ്റ്റൊന്ന് എടുത്ത് നോക്കണം, എത്ര കമ്പനികൾ ഈ ഗവൺമെൻറ്. ഇതിന് ന്യായം പറഞ്ഞതാണെന്ന് അറിയാം. ഈ ഫെബ്രുവരി 24 പ്രധാനമന്ത്രി പറഞ്ഞത് ഗവൺമെൻറ്റിൻ്റെ പണി ഭരിക്കുക എന്നുള്ളതാണ്. പിന്നെ പൊതുമേഖലാ സ്ഥാപനമായാലും ശരി, മറ്റേത് സ്ഥാപനമായാലും ശരി, അതൊക്കെ നടത്തിക്കൊണ്ട് പോകുന്ന ജോലി ഗവൺമെൻറ്റിൻ്റേതല്ല. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ തലവാചകം അദ്ദേഹം പറഞ്ഞത്. മൈ ഗവൺമെൻറ് ഹാസ് നോ ബിസിനസ് ടു ബി ഇൻ ദ ബിസിനസ് എന്ന് തലവാചകം പറയുന്നത്. എന്നിട്ടാണ് ഈ വിൽപ്പന മുഴുവൻ നടത്തിയത്. എന്നിട്ട് എവിടെ ചെന്ന് നിന്നു? ഈ നമ്മുടെ കേരളത്തിലുള്ള അനുഭവം, തിരുവനന്തപുരം എയർപോർട്ട് ചോദിച്ചു സംസ്ഥാന സർക്കാർ, ഞങ്ങൾ എടുത്തോളാം. ഇല്ല, തരില്ല, അത് അദാനിക്ക് തന്നെ ഉള്ളതാണ് എന്ന് പറഞ്ഞ് കൊടുത്ത അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരുപാട് കാര്യങ്ങളിലേക്ക്, വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതില്ല. അതിൻ്റെ പിന്നാലെയാണ് മറ്റൊരു മാരണം വരുന്നത് തൊഴിൽ മേഖലയിൽ. അതെന്താണെന്നറിയാമോ? ലേബർ കോഡുകളുടെ രൂപത്തിലാണ് മഹാമാരണം വരുന്നത്. തീവ്രമായ മാരകത്വം ഇപ്പോഴും അത് ഗേജ് ചെയ്തിട്ടില്ല. അത്രയ്ക്ക് മാരകമാണ്. നിൽക്കൂ ഗണേഷ്, പ്ലീസ് താങ്കൾ നിൽക്കൂ. താങ്കൾക്ക് സമയം അഭിലാഷ് തീർച്ചയായിട്ടും തരുമല്ലോ. പിന്നെ അത് താങ്കൾ നിൽക്കൂ. നമ്മളൊരു ചർച്ചയിലോ ഡിബേറ്റിൽ പങ്കെടുക്കുകയല്ലേ, ഞാൻ എൻ്റെ സമയത്ത് പറയട്ടെ. അപ്പോൾ പിന്നെ അങ്ങനെ അതിൻ്റെ ആഘാതം എത്രയാണെന്നുള്ളത് ഇപ്പോഴും മനസ്സിലാക്കാൻ ആ രൂപത്തിൽ കഴിഞ്ഞിട്ടില്ല. ലേബർ കോഡുകളുടെ മാരകമായ ആ ഒരു ഇടപെടലിൻ്റെ തീവ്രത അതങ്ങനെ നിൽക്കുന്നു ഇപ്പോഴും. അത് BMS ആണ് ഏറ്റവും കൂടുതൽ എതിർത്തതെന്നുള്ള ആലോചിക്കണം. ഡൽഹിയിൽ നിന്ന് പിന്നെ മറ്റ് CITU, INTUC അത്തരം കക്ഷികളൊക്കെ എതിർക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും രൂക്ഷമായിരുന്നു പിന്നെ BMSൻ്റെ എതിർപ്പ്. ഇപ്പോഴും അവരെ എതിർപ്പും പിൻവലിച്ചിട്ടില്ല, ലേബർ കോഡുകളുടെ എതിർപ്പ്. ആ ലേബർ കോഡുകളെ കുറിച്ച് സ്വന്തം ട്രേഡ് യൂണിയൻ ഏറ്റവും ശക്തമായി വിമർശിച്ച ആ ലേബർ കോഡുകളെ കുറിച്ച് ഒരക്ഷരം നിങ്ങളുടെ ഇന്നത്തെ മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കാമായിരുന്നു. നിങ്ങൾ തൊഴിലാളി വർഗത്തിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു മുന്നണിയായിട്ട് തന്നെയാണ് ജനങ്ങളുടെ മുമ്പിൽ വരുന്നതെന്നുള്ളത്. അതില്ലല്ലോ. പിന്നെ കൃഷിക്കാരുടെ കാര്യം പറഞ്ഞു. പക്ഷേ കേരളത്തിലെ കൃഷിക്കാരുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് കേരളത്തിലെ കൃഷിക്കാർ, പിന്നെ ഞാൻ കുട്ടനാട്ടിൽ നിന്നാണേ, അതുകൊണ്ട് എനിക്ക് പ്രത്യേകമായിട്ട് നെൽകർഷകരുടെ മേഖലയാണ് ഞങ്ങളുടേത്. അവിടെ ഞങ്ങൾ അനുഭവിക്കുന്നത് പിന്നെ 20 രൂപ 40 പൈസ കേന്ദ്ര ഗവൺമെൻറ്റാണ് തരേണ്ടത്, താങ്ങുവില. 7 രൂപ 80 പൈസ ബോണസായിട്ട്, സപ്പോർട്ടിംഗ് പ്രൈസായിട്ടാണ്, സപ്പോർട്ടിംഗ് ആണ് സ്റ്റേറ്റ് ഗവൺമെൻറ് തരുന്നത്. അങ്ങനെയാണ് 1 കിലോ നെല്ലിന് ഞങ്ങൾക്ക് 28 രൂപ 20 പൈസ കിട്ടുന്നത്. ഇതിൽ 6 മുതൽ 8 വരെ മാസം സ്വാഭാവികമായി കണക്കുണ്ടാക്കുന്നത് കാലതാമസം വരാം. പക്ഷേ വർഷങ്ങളുടെ കാലതാമസം വരുമ്പോഴോ കേന്ദ്ര ഗവൺമെൻറ്റാണ് തരേണ്ടത്, വരമ്പത്ത് കൂലി തരേണ്ടതാണ്, തരുന്നില്ല. എന്നിട്ടാണ് സ്റ്റേറ്റ് ലെവൽ ബാങ്കിങ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ SLBC അവരുടെ കയ്യിൽ നിന്ന് അവർ 3 ബാങ്കുകളെ വെച്ചിട്ട് ഗവൺമെൻറ് കടമെടുത്ത് തരുന്നത്, സപ്ലൈകോ കടമെടുത്ത് തരുന്നത്. പക്ഷേ സപ്ലൈകോയ്ക്കും ഈ 8 മാസം കഴിഞ്ഞിട്ടും തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വരുമ്പോഴത്തേക്ക് ബാങ്കുകൾ പറയുകയാണ് ഞങ്ങൾ ഇനി തരില്ല. ഏതാ കൃഷിക്കാരൻ്റെ ബാധ്യത ഗവൺമെൻറ് ഏറ്റെടുത്തുകയാണ്, പലിശ ബാധ്യത. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് തരുന്നില്ല പൈസ.
ഇവിടെ എന്തെങ്കിലും പറയുന്നുണ്ടോ ഇന്നത്തെ പ്രകടന പത്രികയിൽ? ശരി. ഈ പറയുന്ന നെല്ലെടുപ്പിനെങ്കിലും ഒരു സ്റ്റേറ്റിന് മാത്രമായിട്ട് പറയാൻ പറ്റില്ല, ഓക്കെ, അത് മനസ്സിലാവും, അറിയാം. പക്ഷേ ഈ MSP എന്ന് പറയുന്ന മിനിമം സപ്പോർട്ടിംഗ് പ്രൈസ് ഉണ്ടല്ലോ, അത് മണ്ടികളുടെ കാര്യത്തിലാണ് അവിടെ തർക്കമുണ്ടായത്. മണ്ടികളാണ് സ്വകാര്യ ചന്തകളാണല്ലോ നോർത്ത് ഇന്ത്യയിൽ. ആ സ്വകാര്യ ചന്തകൾ നിർത്തലാക്കുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറയുന്നുണ്ടോ പ്രകടന പത്രികയിൽ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് കർഷകരെ സഹായിക്കുന്നത്? എങ്ങനെയാണ് തൊഴിലാളികളെ സഹായിക്കുന്നത്? എങ്ങനെയാണ് ചെറുകിട വ്യാപാരികളെയും വ്യവസായികളെ സഹായിക്കുന്നത്? എങ്ങനെയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സഹായിക്കുന്നത്? ഈ 4 കാര്യങ്ങളിൽ സഹായം ഇല്ലാതെ വന്നതിൻ്റെ ചരിത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. ശരി, ഓക്കെ, ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ വസന്ത്, ഇവിടെ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം BJPയുടെ മുൻകാലത്തെ കോർ അജണ്ടയിൽപ്പെട്ട എല്ലാ പ്രകടന പത്രികയിലും വരുന്ന 3 കാര്യങ്ങളിൽ 2 നടപ്പാക്കി. ഒന്ന് അയോധ്യയിലെ രാമക്ഷേത്രം, അത് കഴിഞ്ഞ പ്രകടന പത്രികയിലുണ്ടായിരുന്നു, അത് നിർമ്മിച്ചു കഴിഞ്ഞു കോടതി വിധിയുടെ പിന്നാലെ. രണ്ടാമത്തേത് ആർട്ടിക്കിൾ 370 നിർത്തലാക്കുമെന്നുള്ളതായിരുന്നു. രണ്ടാം മോദി സർക്കാർ അധികാരമേറ്റ ആദ്യത്തെ വർഷം തന്നെ കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞു. മൂന്നാമത്തേത് അവശേഷിക്കുന്നത് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കലാണ്. കോർ അജണ്ടയിലെ 2 ഐറ്റങ്ങൾ കഴിഞ്ഞു, 3ാമത്തെ ഐറ്റം അവിടെ ബാക്കി നിൽക്കുന്നു. ആ 3ാമത്തെ ഐറ്റത്തെക്കുറിച്ചുള്ള പരാമർശം ഈ പ്രകടന പത്രികയിൽ വളരെ കൃത്യമായിട്ടുണ്ട്. ഞങ്ങൾ UCC നടപ്പാക്കാൻ, ജെൻഡർ ജസ്റ്റിസിന് വേണ്ടി UCC നടപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധമാണ്, അത് നടപ്പാക്കും എന്ന് BJP പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ BJPയുടെ കോർ അജണ്ടയിലെ 3ാമത്തെ വിഷയം ഈ പ്രകടന പത്രിക മുന്നോട്ട് വെക്കുകയും അടുത്ത തവണ അവരുടെ സർക്കാർ വന്നാൽ അത് നടപ്പാക്കുകയും ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. അല്ല ശ്രീ അഭിലാഷ്, നമ്മുടെ CSDS സർവേ വ്യക്തമാക്കുന്നത് എന്താണ്? ഇവർ പറയുന്ന അജണ്ടകളെ നിലവിൽ ഇന്ത്യയിലെ ജനത പൂർണ്ണമായും തള്ളിക്കളയുന്നു എന്നാണ്. കഴിഞ്ഞ 2019 ഇതേ സർവേ വെളിയിൽ വന്നിട്ടുണ്ട്. അന്ന് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട BJPയുടെ അജണ്ടയോടുള്ള ചോദ്യത്തോട് അത് ഇലക്ഷനിൽ പ്രതിഫലിക്കുമെന്ന് പറഞ്ഞത് 50% പേരാണെങ്കിൽ ഇന്നത് 20% കുറഞ്ഞിരിക്കുകയാണ്. അതായത് രാമക്ഷേത്രം നിർമ്മിക്കുന്നതും UCC നടപ്പിലാക്കുന്നതും ഒക്കെ വിഷയമാകുമ്പോൾ തന്നെ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ജീവൽ പ്രശ്നങ്ങൾ, പെട്രോളിന്റെ വില, ഡീസലിന്റെ വില, LPGയുടെ വില, തൊഴിലില്ലായ്മ റേറ്റ്, വിലക്കയറ്റം, കർഷകന്റെ പ്രശ്നങ്ങൾ. ഇതൊക്കെ രാമക്ഷേത്രം ഉണ്ടാകുന്നതിന് മുമ്പ് ഏറ്റവും ആവശ്യം ആമാശയത്തിന്റെ പ്രശ്നമാണ് എന്ന് ഇന്ത്യൻ ജനത തിരിച്ചറിയാണ്. ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിയല്ലേ നേരത്തെ 6000 രൂപ വസന്ത് പറഞ്ഞതുപോലെ ജനങ്ങൾ അവരുടെ ജീവൽ പ്രശ്നങ്ങളാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നത്. തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായി അവിടെ നിൽക്കുമ്പോൾ തന്നെയും ഇതേ ആളുകൾ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. മോദി സർക്കാരിന്റെ ഏറ്റവും നല്ല നടപടിയായി നിങ്ങൾക്ക് തോന്നിയത് എന്താണെന്ന ചോദ്യത്തിന് 22% ആളുകൾ ഉത്തരം പറഞ്ഞത് രാമക്ഷേത്രം നിർമ്മിച്ചതാണെന്നാണ്. ഒരു യൂണിഫിക്കേഷൻ, ഹിന്ദു യൂണിഫിക്കേഷൻ ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് 48% പേർ ചിന്തിക്കുന്നത് അങ്ങനെ ഉണ്ടാകുമെന്നാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച്, ജനങ്ങളെ സംബന്ധിച്ച് മുഖ്യ വിഷയം തൊഴിലില്ലായ്മയും മറ്റുമൊക്കെ ആണെങ്കിലും ഈ രാമക്ഷേത്ര നിർമ്മാണം കൊണ്ട് ഒരു ഏകീകരണം, മതപരമായ ഏകീകരണം ഉണ്ടാകുമെന്ന് ഇതേ ആളുകൾ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. അല്ല അഭിലാഷ്, അതിലൊരു ക്ലാസിക് ഡൗൺ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ 2019 കമ്പയർ ചെയ്തത്. 2019 ഇതേ സർവേയിൽ രാമക്ഷേത്രം വിഷയമാകുമെന്ന് പ്രതീക്ഷിച്ചത് 50% അവിടെ നിന്ന് 30% ഇന്ത്യക്കാർ സെക്കുലറായി ചിന്തിക്കാൻ വേണ്ടി അവരുടെ ജീവൽ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാവുന്നു എന്നത് പ്രതീക്ഷ നൽകുന്നില്ലേ? നോക്കൂ, നേരത്തെ ഗണേഷ് പറയാണ് 6000 രൂപ വീതം ഞങ്ങൾ കർഷകർക്ക് കൊടുക്കുന്നുണ്ട്. ഒരു കർഷകന്റെ വീട്ടിൽ ഒരു ഗ്യാസ് സിലിണ്ടർ ഉണ്ടാവുമല്ലോ, ഒരു മാസത്തിൽ ഒരു ഗ്യാസ് സിലിണ്ടർ മിനിമം ഉപയോഗിക്കുമല്ലോ. 2014 ഗ്യാസ് സിലിണ്ടറിന്റെ വില 400, കഴിഞ്ഞ മാസം വരെ അതിന്റെ വില 1200, 800 രൂപയുടെ വർധനമാണ് ഉണ്ടായത്. 12 മാസം ഓരോ ഗ്യാസ് വിലയും ഉപയോഗിച്ചാൽ 800 രൂപയുടെ വർധനവ് പ്രകാരം ഇവർ പിടിച്ചെടുത്തത് 9600 രൂപയാണ് കർഷകനിൽ നിന്ന്. തിരിച്ചു കൊടുത്തതോ 6000 രൂപ. അതായത് ഫ്രീ ബീസ് കൊടുക്കുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് വളരെ കൃത്യമായി ഇവർ ഓർഗനൈസേഷണൽ ലൂട്ട് നടത്തുന്നുണ്ട്. എൻ്റെയും അഭിലാഷിൻ്റെയും കർഷകൻ്റെയും ഇവിടെ എൻ്റെ സഹപാനലിസ്റ്റായ MJയുടെയും അടക്കം പോക്കറ്റിൽ നിന്ന് ഇവർ ഓർഗനൈസേഷനിൽ വളരെ കൃത്യമായി ലൂട്ട് ചെയ്യുന്നു. അത് പെട്രോളായിട്ട് ലൂട്ട് ചെയ്യുന്നു, ഡീസലായിട്ട് ലൂട്ട് ചെയ്യുന്നു, ഈ പറയുന്ന എന്താണ് LPG ആയിട്ട് ലൂട്ട് ചെയ്യുന്നു, വിവിധ ടാക്സ് ഇനങ്ങളിൽ വലിയ ലൂട്ട് നടത്തുന്നു. എന്നിട്ട് അതിൽ നിന്ന് ചില പിച്ചക്കാശ്, അങ്ങനെ തന്നെയാണ് ഞാൻ ആ വേർഡിനെ ഉപയോഗിക്കുക, വളരെ പിച്ചക്കാശ് ഫ്രീ ബീസുകളാണ് എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇതാണ് മോദിക്ക് ഗ്യാരണ്ടി എന്ന് പറയുകയാണ്. നോക്കൂ, ഇവിടെ ന്യായ് പത്രികയുമായി നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യണ്ടേ? കോൺഗ്രസിന്റെ പ്രകടന പത്രിക കഴിഞ്ഞ ദിവസം വന്നു, ഇപ്പോൾ ഇവരുടെ പ്രകടന പത്രിക വന്നിരിക്കുകയാണ്. സ്വാഭാവികമായും കമ്പാരിസൺ വേണമല്ലോ. ഗവൺമെന്റ് ജോലിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പറയുന്നു 30 ലക്ഷം ഗവൺമെന്റ് ജോലികൾ പ്രതിവർഷം ഞങ്ങൾ സൃഷ്ടിക്കും. 2019-ലും 2014-ലും ഇവർ പറഞ്ഞത് 2 കോടിയാണ്. അത് പോട്ടെ, ജുമല പത്രയിൽ ഇവർ ഒന്നും പറയുന്നില്ല.
MSPയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പറയുകയാണ്, ഞങ്ങൾ ലീഗൽ ഗ്യാരണ്ടി നൽകും. ഇവർക്ക് അതിനെപ്പറ്റി ഒരു വാക്ക് പോലും പറയാനില്ല. നാരി ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പറയാണ്, ഓരോ ഹൗസ് ഹോൾഡ് വുമണിനും ഒരു വർഷം 1 ലക്ഷം രൂപ മിനിമം ഉറപ്പുവരുത്തും. മാത്രമല്ല ഗവൺമെന്റ് ജോലിയിൽ 50% റിസർവേഷൻ സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഉറപ്പുവരുത്തുമെന്ന് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പറയുന്നു. അതുമായി ബന്ധപ്പെട്ട് യാതൊരു വാക്കും ആര് പറയുന്നില്ല? BJPയുടെ പ്രകടന പത്രിക പറയുന്നില്ല. ഓൾറെഡി പാസ്സാക്കപ്പെട്ട ഒരു വനിതാ സംവരണ ബില്ലാണ് അവർ മെൻഷൻ ചെയ്യുന്നത്. ഇനി അത് മെൻഷൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വളരെ കൃത്യമായ രാജ്യത്തെ കണക്കുകളുണ്ട്. 89% വളർച്ചയാണ് രാജ്യത്ത് സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇനി ഇൻഫ്ലേഷന്റെ കാര്യത്തിലേക്ക് വരും. ഇൻഫ്ലേഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 2 പേജിൽ വളരെ കൃത്യമായി എങ്ങനെയാണ് ഇൻഫ്ലേഷൻ പിടിച്ചു നിർത്താൻ പോകുന്നതെന്ന് കോൺഗ്രസ് പറയുമ്പോൾ കമാന്നൊരക്ഷരം ആരും മിണ്ടുന്നില്ല. BJPയുടെ പ്രകടന പത്രിക പറയുന്നില്ല. ഫാർമേഴ്സുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പറയാണ്, രാജ്യത്തെ എല്ലാ കർഷകന്റെയും കാർഷിക ലോണുകൾ എഴുതിത്തള്ളും, അവർക്ക് സപ്പോർട്ട് സ്കീമുകൾ ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ ഒരക്ഷരവും മിണ്ടാനില്ല BJPയുടെ പ്രകടന പത്രികയിൽ. ഇനി കാസ്റ്റ് സെൻസസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പറയുന്നു, കാസ്റ്റ് സെൻസസ് നടപ്പിലാക്കും. BJP മിണ്ടുന്നില്ല. കാസ്റ്റ് സെൻസസ് പോയിട്ട് അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി മട്ടൻ ഇറച്ചി കഴിച്ചു എന്നുള്ളതാണ്. ഏതാണ്ട് 4-5% വരുന്ന ഇന്ത്യക്കാരനെ ബാധിക്കുന്ന വിഷയം 10 വർഷം ഭരിച്ചു കഴിഞ്ഞിട്ട്, 2 ടേം ഭരിച്ചു കഴിഞ്ഞിട്ട് ഞാനുണ്ടാക്കിയ റോഡ് നോക്കൂ, ഞാനുണ്ടാക്കിയ സ്കൂൾ നോക്കൂ, ഞാനുണ്ടാക്കിയ ആശുപത്രി നോക്കൂ എന്ന് പ്രസംഗിക്കാനില്ലാത്തത് കൊണ്ട് നോക്കൂ, രാഹുൽ ഗാന്ധിയുടെ പ്ലേറ്റിൽ ഇരിക്കുന്ന മട്ടൺ നോക്കൂ, അഖിലേഷ് യാദവിന്റെ പ്ലേറ്റിൽ ഇരിക്കുന്ന മീൻകറി നോക്കൂ എന്ന് പ്രസംഗിക്കേണ്ട ഗതികേടിലേക്ക്, നാണക്കേടിലേക്ക്, മാനക്കേടിലേക്ക് നരേന്ദ്രമോദി ഗവൺമെന്റ് എത്തി എന്ന് രാജ്യത്തെ ജനത തിരിച്ചറിയാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണിത്. അവർ പുച്ഛിച്ചു തള്ളും. 2024 ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരും. അതിന്റെ മുന്നൊരുക്കം മാത്രമാണ് ഇത്. ശരി, ശ്രീ കെ ഗണേഷ്, ഏകീകൃത സിവിൽ കോഡിന്റെ നടപ്പാക്കലാണ് ഈ പ്രകടന പത്രികയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ 2019 നിങ്ങൾ പറഞ്ഞ NRC, നാഷണൽ രജിസ്റ്റർ ഫോർ സിറ്റിസൺസ്, അത് ഈ തവണത്തെ പ്രകടന പത്രികയിൽ ഇടം പിടിച്ചിട്ടില്ല. പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ അത് ഡ്രോപ്പ് ചെയ്തു എന്ന് വേണമെങ്കിൽ സാമാന്യമായി വിചാരിക്കാം. അതേസമയം യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കും എന്ന് ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ യൂണിഫോം സിവിൽ കോഡ് ഒരു പ്രധാനപ്പെട്ട വിഷയമാവുന്നത് കൊണ്ട് നിങ്ങൾക്ക് രാഷ്ട്രീയമായി ഗുണം കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇവിടെ ഈ ചർച്ചയിലൊക്കെ എല്ലാവരും എടുക്കുന്നത് നമ്മുടെ ഏതോ ഒരു സർവേ കെട്ടിപ്പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ആ സർവേ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നവരെ ഉണ്ടാവുകയുള്ളൂ. അതിന് മുന്നേ ഒരു ചെറിയൊരു കാര്യം കൂടി. ഇവിടെ അഭിലാഷ് ഇവിടെ തൊഴിലായി ഈ യുവാക്കളുടെ തൊഴിലിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇന്നത്തെ മാതൃഭൂമി ന്യൂസിൽ തന്നെ വന്നത് ഉള്ള ഹെഡിങ്, മോദി ഗ്യാരണ്ടിയിലൂന്നി ദരിദ്രർ, യുവാക്കൾ, കർഷകർ, സ്ത്രീകൾ എന്നിവർക്ക് മുൻഗണന നൽകിയാണുള്ള പ്രകടന പത്രിക എന്നാണ് മാതൃഭൂമി കൊടുത്ത ഹെഡിങ്ങാണ്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയ സമയത്ത് കണ്ടതാണ്. അപ്പോൾ മാതൃഭൂമി അവിടെ പോയ റിപ്പോർട്ടർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഇവിടെ ചർച്ച ചെയ്യുന്ന ആളുകൾക്ക് അത് ബോധപൂർവ്വം മറച്ചു വെക്കുന്നതാണ് എന്നാണ് ഞാൻ ഒരു പ്രകടന പത്രിക, ഇപ്പൊ കോൺഗ്രസിന്റെ പ്രകടന പത്രിക ആയാലും BJPയുടെ പ്രകടന പത്രിക ആയാലും CPMന്റെ പ്രകടന പത്രിക ആയാലും അതിലെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഇന്ന കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളതല്ലേ റിപ്പോർട്ട് ചെയ്യുന്നതും വിശകലനം ചെയ്യുന്നതും രണ്ടല്ലേ ഗണേഷ്? അവര് തന്നെയാണ്. അല്ലാതെ ഇപ്പൊ ഒരു റിപ്പോർട്ടർ പോയിട്ട് ഈ പ്രകടന പത്രികയിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? ഇന്ന് അല്ല അങ്ങനെയല്ല, ഉണ്ട്, ഇല്ല. ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ ചർച്ച തുടങ്ങിയപ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഡ്രസ്സ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചിട്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അംബേദ്കറുടെ ജന്മദിനം തന്നെയാണ്. അംബേദ്കറുടെ ഫോട്ടോയിൽ പുഷ്പാർച്ചന നടത്തിയിട്ടാണ് നരേന്ദ്രമോദി ഇന്ന് ഭരണഘടനാ സ്ഥാപകൻ്റെ ഫോട്ടോയിൽ പുഷ്പാർച്ചന നടത്തിയിട്ടാണ് ഇന്ന് ഈ പ്രകടന സങ്കല്പ പത്രിക പുറത്തിറക്കിയത് തന്നെ. ഈ ഭരണഘടന നൽകുന്ന എല്ലാ അവകാശങ്ങളും എല്ലാവർക്കും, നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ലഭിക്കണം. എല്ലാ സമൂഹത്തിൻ്റെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ആൾ മുതൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആൾക്ക് വരെ അതിൻ്റെ പരിഗണന ലഭിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തന്നെ ആ പ്രകടന പത്രിക ഇറക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ആധുനിക സമൂഹത്തിൽ യോജിക്കുന്നതാണോ ഇന്നത്തെ 2 വിവാഹങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എടക്കെട്ട് എന്ന് പറയുന്ന, നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന എടക്കെട്ട് പോലെയുള്ള കാര്യങ്ങൾ, അത് ഒരു ആധുനിക സമൂഹത്തിന് ചേരുന്നതാണോ? മുത്തലാഖ് ഒരു ആധുനിക സമൂഹത്തിന് ചേരുന്നതാണോ? പെൺകുട്ടികളായതുകൊണ്ട് പേരിൽ അച്ഛനമ്മമാരുടെ സ്വത്തിന് അവകാശമില്ല എന്നുള്ള സാഹചര്യം ഏതെങ്കിലും ആധുനിക സമൂഹത്തിന് ചേരുന്നതാണോ? എന്താണ് ഇവരുടെയൊക്കെ നിലപാടെന്താ ഈ കാര്യത്തിൽ? ഇവർക്ക് നിലപാടെന്താ ഈ കാര്യത്തിലൊക്കെ? ഇവർ പറയുന്നുണ്ടോ? ഇവരെവിടെയെങ്കിലും പറയുന്നുണ്ടോ ഈ കാര്യങ്ങൾ? ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭരണഘടന വിഭാവനം ചെയ്യുന്ന എല്ലാവർക്കും ലഭിക്കുന്ന നീതി അവർക്ക് ലഭിക്കേണ്ടതുണ്ട്. ആ നീതി ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് മുന്നോട്ട് വെക്കുന്നത്. ആ
പ്രതീക്ഷ തന്നെയാണ്. അല്ലാതെ ഏതെങ്കിലും സർവേയുടെ അടിസ്ഥാനത്തിലല്ല. ഈ നാട്ടിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ഈ സർക്കാരിൻ്റെ ഒരു കരുതൽ, നരേന്ദ്രമോദിയുടെ ഒരു ഉറപ്പ്, അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു പ്രധാനപ്പെട്ട, ഞങ്ങൾക്ക് നേരത്തെ അഭിലാഷ് തന്നെ സൂചിപ്പിച്ചു, ഏകീകൃത സിവിൽ കോഡ്, അതേപോലെ തന്നെ നമ്മുടെ കാശ്മീരിൻ്റെ എടുത്തു മാറ്റിയ നിയമത്തെ ഇതൊക്കെ സൂചിപ്പിച്ചു. ഇത് കോർ അജണ്ട. ഞങ്ങൾക്ക് അങ്ങനെ കോർ അജണ്ട എന്നൊന്നുമില്ല. ഞങ്ങൾക്ക് എല്ലാം, ഞങ്ങൾ നേരത്തെ പറഞ്ഞു, അന്ത്യോദയ എന്ന് തന്നെയാണ് ഞങ്ങളുടെ കൺസെപ്റ്റ്. ഇതിൽ ഈ കാര്യങ്ങളൊക്കെ അയോധ്യയും അതേപോലെ തന്നെ രാമക്ഷേത്രവും എല്ലാം അന്ത്യോദയയും ഒക്കെ ഉൾപ്പെടുന്നത് തന്നെയാണ് ഞങ്ങളുടെ കോറായിട്ടുള്ള കാര്യങ്ങൾ. ആ കോറിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ രാജ്യത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏതോ റോഡിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇവിടെ കുറേ കാലം ഭരിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നല്ലോ നിങ്ങളൊക്കെ. എന്തെങ്കിലും റോഡ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? നിങ്ങൾക്കൊരു റെയിൽവേയുടെ അവസ്ഥ എന്തായിരുന്നു? ഇവിടുത്തെ ഓരോരോ സ്ഥലങ്ങളും നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഇവിടെ നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ട് ഇവിടെ കേരള സർക്കാരിനെ ഏൽപ്പിക്കണമെന്നാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടുത്തെ KSRTC വെള്ളാനായിക്കൊണ്ടിരിക്കുക. അഴിമതി നടത്താൻ ഏതെങ്കിലും യൂണിയനുകൾക്ക് യൂണിയൻ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാക്കിയിട്ട് നിർത്തി കൊടുക്കണമെന്നാണ്. അത് ഞങ്ങളുടെ അജണ്ടയല്ലാന്ന്. പിന്നെ ഞങ്ങൾ എന്ത് അജണ്ട തീരുമാനിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ്. അത് ഞങ്ങൾ ജനങ്ങളുടെ അടുത്ത് നിന്നാണ് ഞങ്ങൾ അത്തരം അജണ്ടകൾ സ്വീകരിക്കുന്നത്. ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചും അവരുടെ ഇടയിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഞങ്ങളുടെ അജണ്ടകൾ നിശ്ചയിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ 10 വർഷം ആ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചത്. ഞങ്ങൾക്ക് ഇനിയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ വിൽക്കേണ്ടതാണെങ്കിൽ ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്ത് വിൽക്കുക തന്നെ ചെയ്യും. അല്ലാതെ വിൽക്കേണ്ട എന്നുള്ള നിലപാടല്ല ഞങ്ങളുടേത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ, കാരണം ഞങ്ങൾക്ക് ഈ രാജ്യത്തിന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ 100ാം വർഷം ആഘോഷിക്കുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ മാറേണ്ടതുണ്ട് എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു അജണ്ട തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ഏതെങ്കിലും 1-2 സർവേ കാണിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി കളയാം. ഞങ്ങൾ ഒരു കാര്യം കൂടി, ഞങ്ങൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ അജണ്ട തന്നെയാണ് ദേശീയത. ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ദേശീയതയുടെ അജണ്ട കൊണ്ട് തന്നെയാണല്ലോ ഇപ്പോൾ ഇന്ത്യ വിഭജനത്തിന് കാരണമായ ആ കൊടി പിടിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാവാതിരുന്നത്. ആ കൊടി പിടിക്കാൻ തയ്യാറാവാതിരുന്നത് ആ അജണ്ട കൊണ്ട് തന്നെയാണ്. കാരണം രാഹുൽ ഗാന്ധിക്ക് അറിയാം ഇന്ത്യ വിഭജനത്തിന് കാരണമാണ്. കാരണം ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസുകാർക്ക് അല്ലെങ്കിൽ CPM-കാർക്ക് ലീഗിന്റെ കുറച്ച് ഇന്ത്യ വിഭജനത്തിന് കാരണമായിട്ടുള്ള ഒരു പാർട്ടിയെ എല്ലാ കാലഘട്ടത്തിലും താലോലിച്ച് കൊണ്ടുപോകുവാൻ ഞങ്ങൾ തയ്യാറല്ല. ഏറ്റവും ആദ്യം ടു നേഷൻ തിയറി വേണം എന്ന് പറഞ്ഞത് സവർക്കറല്ല BJP-യുടെ പ്രസിഡന്റ്. നിങ്ങൾ ഈ സവർക്കറെയും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കലേ ഉണ്ടാവും. നിങ്ങളുടെ ചിഹ്നം അതിലേക്കാണ് അവസ്ഥ. ഇന്ത്യയിലെ ജനങ്ങളെ മനസ്സിലാക്കുന്നതിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ എല്ലാ കാലഘട്ടത്തിലും ഇന്ത്യയിലെ ജനങ്ങൾ മുന്നോട്ട് പോവാം എന്ന് കരുതിയിട്ടുണ്ട്. അതൊന്നും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ശരി. ശ്രീ M. ജയേന്ദ്രൻ, ലോകമെമ്പാടും രാമായണ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം. ഈ രാം ലല്ലയുടെ സന്ദേശം ലോകത്തെമ്പാടും എത്തുന്നതിന് ലോകമെമ്പാടും രാമായണ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കും. ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള ഭാരതീയമായ ചിഹ്നങ്ങൾ, വിഗ്രഹങ്ങൾ, അതുപോലെയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ തിരികെ എത്തിക്കും. പിന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കും. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ എന്നുള്ളതൊക്കെ സംശയമാണ്. എന്നാലും അതൊരു നെറേറ്റീവ് സെറ്റ് ചെയ്യാൻ ഉപകാരപ്പെടുന്നതാണ്. അതിൽ തന്നെ ഈ UCCയുടെ കാര്യം പറയുമ്പോൾ ബാക്കി രണ്ടും നടപ്പാക്കി. BJP 1980 രൂപം കൊണ്ടത് മുതൽ ഇങ്ങോട്ട് പറയുന്ന 3 കാര്യങ്ങളിൽ 2 നടപ്പാക്കി. ഇനി യൂണിഫോം സിവിൽ കോഡേ നടപ്പാക്കാനുള്ളൂ എന്ന് പറയുമ്പോൾ അധികാരത്തിൽ വന്നാൽ അവരുടെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് യൂണിഫോം സിവിൽ കോഡ് ആയിരിക്കും എന്നുള്ളത് വ്യക്തമല്ലേ? അല്ല, അത് പിന്നെ ഗണേഷ് ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞല്ലോ. ഞാൻ അതിനോടും ഒരു പ്രതികരണമാണ്. അത് UCCയിൽ മുത്തലാഖിൻ്റെ കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞു. അതുകൊണ്ടാണ് ഈ UCCയിലെ വിമർശനം എന്താണെന്നറിയുമോ ശ്രീ ഗണേഷ്? മുത്തലാഖ് മുത്തലാഖ് നടന്നാൽ അത് ക്രിമിനൽ കുറ്റമായിട്ട് കണക്കാക്കുന്നു എന്നുള്ളിടത്താണ് എതിർപ്പ്. അത് ഹിന്ദു
അത് സിവിൽ ഡിസ്പ്യൂട്ടാണെന്ന്. പക്ഷേ മുസ്ലിങ്ങൾക്കാണെങ്കിൽ അത് ക്രിമിനൽ ഡിസ്പ്യൂട്ടാണ്. അതെങ്ങനെയാണ് വരുന്നത്? അതിന് ഇതുവരെ ഒരു BJP നേതാവും മറുപടി പറഞ്ഞിട്ടില്ല. അതിന് മറുപടി ഉണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. പിന്നെ അഭിലാഷ്, എനിക്കൊരു സംശയം താങ്കളോട് ചോദിക്കാനുള്ളത്, ഈ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ച് കഴിഞ്ഞോ അഭിലാഷ്? അല്ല, കഴിഞ്ഞിട്ടില്ല. അത് ഉദ്ഘാടനം ചെയ്തു. 40% എന്തോ പണി പൂർത്തിയായിട്ടേ ഉള്ളൂ. യെസ് അതറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ചോദിച്ചത്. എന്താണെന്നറിയാമോ, ഈ പറയുന്ന രാംലല്ല, ആ കൊച്ചു രാമവിഗ്രഹം, കുഞ്ഞു രാമൻ ആണല്ലോ, ചെറിയ രാമൻ, അത് പിന്നെ 51 ഇഞ്ചുള്ള വിഗ്രഹമാണല്ലോ. ഇത് നമ്മുടെ നാട്ടിൽ, ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് നമ്മുടെ നാട്ടിൽ വേറൊരു പേര് പറയും മലയാളത്തിൽ. എന്താണെന്നറിയാമോ? ബാലാലയ പ്രതിഷ്ഠ എന്ന് പറയും. ബാലാലയ പ്രതിഷ്ഠ വിഗ്രഹപ്രതിഷ്ഠയല്ല, അതെല്ലാവർക്കും അറിയാം. ആ ബാലാലയ പ്രതിഷ്ഠയുടെ പിന്നെ ഹിന്ദിയിലെ ഒരു വെർഷനാണ് ഈ പ്രാണപ്രതിഷ്ഠ എന്നുള്ള പദപ്രയോഗം. അപ്പം ബാലാലയ പ്രതിഷ്ഠ എന്താണ് ചെയ്യുന്നത്? ആ ദേവനെ, ആ ബിംബത്തിനെ ഒന്ന് മാറ്റിയിരുത്തും. എന്നിട്ട് അമ്പലം നിർമ്മിക്കുന്ന നടപടി ആരംഭിക്കും. നിർമ്മാണം ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിക്കുമ്പോൾ ബാലാലയത്തെ ദേവനെയല്ല ദേവിയെടുത്ത് ഈ പ്രധാന ശ്രീകോവിലേക്ക് പ്രതിഷ്ഠിക്കും. അതാണ് ബാലാലയ പ്രതിഷ്ഠയെ. ബാലാലയം നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രം നിർമ്മിച്ചു കഴിയുമ്പോഴുള്ള പൂർണ്ണ പ്രതിഷ്ഠ നടക്കുമ്പോഴാണ് പ്രതിഷ്ഠയാവുന്നത്. ഇതങ്ങനെയല്ല. അതാണ് പൊളിറ്റിക്സിന് വേണ്ടി, പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടി, ഇലക്ട്രൽ പൊളിറ്റിക്സിന് വേണ്ടി ബാലാലയ പ്രതിഷ്ഠ നടത്തിയ അയോധ്യയിൽ അത് രാമക്ഷേത്ര നിർമ്മാണമാണെന്ന് രാമനെ പ്രതിഷ്ഠിച്ചു എന്ന് തെറ്റിദ്ധരിപ്പിക്കുക. രാമക്ഷേത്ര നിർമ്മാണമാണെങ്കിൽ ഓക്കെ, രാമക്ഷേത്രം നിർമ്മിക്കുകയാണ് ഞങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രാണപ്രതിഷ്ഠയാണെന്ന് ശരിയായി സത്യസന്ധമായി പറയൂ. അങ്ങനെ പറയുന്നതിന് പകരം പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടി ഇതാ അയോധ്യയിൽ ഹിന്ദുക്കളുടെ നൂറ്റാണ്ടുകളുടെ ആവശ്യം 1528 സംഭവം തുടങ്ങുന്നത്, അന്നത്തേക്ക് തിരിച്ചു പോകാൻ കഴിയുമെന്നൊക്കെ ചോദ്യം വരാം. പക്ഷേ ഇവിടെ സമയമില്ല, അതൊന്നും അതിലേക്കൊന്നും വരുന്നില്ല. പക്ഷേ ഈ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്ന ബാലാലയ പ്രതിഷ്ഠയെ ഇങ്ങനെ വക്രീകരിക്കാമോ? ഇങ്ങനെ വിശ്വാസ സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇതിനെ അങ്ങനെ ആക്കി തീർക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഇനിയെങ്കിലും പറഞ്ഞു പോവാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ സാധാരണ ഇത്തരം ചർച്ചകളിൽ ഇത് ഇങ്ങനെ പറയാറില്ലാത്തതാണ്. പക്ഷേ ഇത് തെറ്റായ ഇടപാടായതുകൊണ്ടാണ് പറയേണ്ടി വരുന്നത്. ചർച്ച അവസാനത്തെ മിനിറ്റുകളിലേക്കാണ്. ഈ ചർച്ചയ്ക്ക് ശേഷം മാതൃഭൂമി ന്യൂസിന്റെ PMARC അഭിപ്രായ സർവേ, കേരളമാകെ കാത്തിരിക്കുന്ന അഭിപ്രായ സർവേ ഉണ്ട്. നമുക്കതുകൊണ്ട് തന്നെ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. ശ്രീ വസന്ത് സിറിയക്ക്, ഇവിടെ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചും BJPയെ സംബന്ധിച്ചും ഒക്കെ 2 പ്രകടന പത്രികയുണ്ട്. ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ട്രസ്റ്റ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ. BJP കഴിഞ്ഞ 2014 നിന്ന് 2019 ആകുമ്പോഴത്തേക്ക് സീറ്റ് വർദ്ധിപ്പിച്ചു. 2024 അവർ 400 സീറ്റ്, NDAക്ക് 400 സീറ്റ് എന്ന ലക്ഷ്യം പ്രഖ്യാപിച്ചിട്ടൊക്കെ മുന്നേറുകയാണ്. അപ്പോൾ അങ്ങനെ നിലനിൽക്കുമ്പോൾ ഒരു പ്രകടന പത്രിക എടുത്ത് മറിച്ച് നോക്കുമ്പോൾ തന്നെ ആളുകൾ ആർക്കാണ് ഭരണത്തിൽ വരാൻ സാധ്യത എന്നൊരു പരിഗണന കൂടി ആ ജനങ്ങളെ സംബന്ധിച്ചുണ്ടാകില്ലേ? എന്ത് വാഗ്ദാനം ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്ത്. അല്ല, 2 അറ്റങ്ങളിൽ നിൽക്കുന്ന പ്രകടന പത്രികകളാണ് രണ്ടും. ഒന്ന് പറയുന്നത് വളരെ വൈകാരികമായ, വളരെ സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങളാണ്. ഒന്ന് രാമക്ഷേത്രം പോലെയുള്ള വളരെ സെൻസിറ്റീവായ വിഷയങ്ങളാണ് BJPയുടെ പ്രകടന പത്രിക പറയുന്നതെങ്കിൽ കോൺഗ്രസിൻ്റെ നേരെ തിരിച്ചാണ്. ഞങ്ങൾ ഇങ്ങനൊരു തെരഞ്ഞെടുപ്പിൽ, വളരെ ടൈറ്റായിട്ടുള്ള, വളരെ മത്സരാത്മകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ പോലും ഞങ്ങൾ കൃത്യമായി ഏതാണ്ട് 90% ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് ജീവൽ പ്രശ്നങ്ങളെയാണ്. ഇൻഫ്ലേഷൻ റേറ്റ്, തൊഴിലില്ലായ്മ റേറ്റ് അടക്കമുള്ള ജീവൽ പ്രശ്നങ്ങളെയാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക അഡ്രസ്സ് ചെയ്യുന്നത്. ഇതിലേത് വേണമെന്ന് ഇന്ത്യൻ ജനത തെരഞ്ഞെടുക്കും എന്നുള്ളതാണ്. BJPക്ക് തന്നെ അപകടം മണത്തു തുടങ്ങിയേ. അതുകൊണ്ടാണല്ലോ ഇലക്ഷന്റെ 14ാമത്തെ മണിക്കൂറിൽ അവർ CAA വരുന്നു. ഒരിക്കലും തമിഴ്നാടിനെ അംഗീകരിക്കാത്ത, തമിഴ് ഭാഷയെ അംഗീകരിക്കാത്ത, ഹിന്ദി എന്ന് പറയുന്ന ഏക ഭാഷ മതി എന്ന് വാദിച്ചുകൊണ്ടിരുന്നവരാണിവർ. അവരിൻ്റെ ഇന്ന് പ്രകടന പത്രിക പുറത്തിറക്കുമ്പോൾ നരേന്ദ്രമോദി തന്നെ തമിഴിനെ പുകഴ്ത്തി പാടുകയാണ്. നോക്കൂ ഏതൊരു അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവർക്ക് വലിയ സീറ്റ് ചോർച്ച ഉണ്ടാകുമെന്ന് അവർ തന്നെ തിരിച്ചറിയുന്നതുകൊണ്ടാണ് കേരളത്തിൽ തമ്പടിക്കുകയാണ്. സൊമാലിയാണെന്നാണല്ലോ പറഞ്ഞിരുന്നത്. ആ സൊമാലിയയിൽ വന്ന് മോഞ്ചി വെള്ളവും കുടിച്ച് ഇവിടെ തമ്പടിക്കുകയാണ്. നരേന്ദ്രമോദി 15ാമത്തെ തവണയാണ്ടുമാണ് വരുന്നത്. ദേശീയ നേതാക്കൾ മുഴുവൻ കേരളം, തമിഴ്നാട്, കർണാടക തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ, ഏതെങ്കിലും ഒരു സീറ്റെങ്കിലും കിട്ടുമോ, തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ, അവസാനത്തെ ആ ഞാണിമേൽ കളിയിൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി അവർ ഇവിടെ തമ്പടിക്കുകയാണ്. അഭിലാഷേ, എന്താണ് ഇവരുടെ പ്രകടന പത്രിക പറയുന്നത്? സബ്കാ വികാസ്, സബ്കാ പ്രയാസ് എന്നുള്ളതാണ്. എന്നാൽ BJP എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലം സബ്കേലിയെ പ്രയാസമായിരുന്നു. എല്ലാവർക്കും പ്രയാസമാണ് ഉണ്ടാക്കിയത്. ആർക്കാണ്? ഒരു 30 സെക്കൻഡ്. ആർക്കാണ്? ഒന്ന്, ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പറയാണ് 111ാമത്തെ സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട 73% വർധനമാണ് അവർക്ക് നേരെയുള്ള പീഡനം ഉണ്ടായിരുന്നത്.
ശരി, ഓക്കെ, അതിനൊരു മറുപടി പീഡനമുണ്ടായത് ശരി ക്രിസ്ത്യൻ വിശ്വാസികൾക്ക്. ശരി, ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു. ഈ പ്രകടന പത്രികയിൽ ന്യൂനപക്ഷങ്ങളെ കുറിച്ച്, കഴിഞ്ഞ പ്രകടന പത്രികയിൽ ന്യൂനപക്ഷങ്ങളെ എംപവർ ചെയ്യുമെന്നൊരു പരാമർശം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അതുമില്ല. അതും കൂടി ചേർത്ത് മറുപടി പറഞ്ഞോളൂ ഗണേഷ്, നമുക്ക് അവസാനിപ്പിക്കാം. അല്ല, ഇവർ ഞാൻ പറഞ്ഞില്ല, ഈ ഹങ്കർ ഇതിൻ്റെ സർവേ ഒക്കെ പറയുന്നത്, ഇവരിങ്ങനത്തെ സർവേ, ആ സർവേയിൽ ചിലപ്പോൾ നമുക്ക് മുകളിലായിരിക്കും പാകിസ്ഥാൻ, നമുക്ക് മുകളിലാണ് ശ്രീലങ്ക, നമുക്ക് മുകളിലായിരിക്കും നേപ്പാൾ. ഇവരിതൊക്കെ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നേരത്തെ നിങ്ങൾ അഭിലാഷനെ സൂചിപ്പിച്ചല്ലോ ഈ പുൽവാമയുടെ കാര്യം. പുൽവാമ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഇന്ത്യയിലെ സ്ത്രീകൾക്ക് മാനം രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെങ്ങനെയാ ഇവിടെ വെളിയുടെ വിസർജനം നടത്തിയിരുന്നത് നമ്മൾ കണ്ടതാണ്. മലമൂത്ര വിസർജനം നടത്തിയത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടതാണ്. ആ മലമൂത്ര വിസർജനം പുറത്ത് നടത്തിക്കൊണ്ടിരുന്ന സ്ത്രീകൾക്ക് അവരുടെ മാനം ഉയർത്താൻ സാധിച്ചത് കഴിഞ്ഞ 10 വർഷത്തെ ഭരണമാണ്. ആ ഭരണ നേട്ടമാണ്. ഇവരെത്ര കാലം ഭരിച്ചു, ഇവരുടെ കുടുംബം എത്ര കാലം ഇന്ത്യയെ അടക്കി ഭരിച്ചു, ഇവരുടെ കുടുംബം, കോൺഗ്രസിന്റെ കുടുംബം. എന്നിട്ട് എന്താ ഉണ്ടാക്കിയത്? അപ്പോഴും ഈ ആധുനിക കാലഘട്ടത്തിൽ പോലും ഇന്ത്യയിലെ സ്ത്രീകൾക്ക് മലമൂത്ര വിസർജനത്തിന് പുറത്ത് ഏതെങ്കിലും പറമ്പിലോ പാടത്തോ പോയിരിക്കേണ്ടി വന്നു. ആ പാടത്തോ പറമ്പിലോ പോയിരിക്കുന്നത് ശരി, ഓക്കെ, നമുക്ക് ഇനി സമയമുണ്ടല്ലോ ധാരാളം ചർച്ച ചെയ്യാൻ.